ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ദൈവവചനത്തിൻ്റെ മുൻപിലിരിപ്പാനായി ദൈവം നമ്മെ കൂട്ടിവരുത്തിയതിനാൽ നമുക്ക് ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാം. ദാനിയേൽ പ്രവചനത്തിൻ്റെ പഠനം നമുക്ക് ഈ ദേവാലയത്തിൽ ഈ ഇടവകയുടെ ചുമതലയിൽ ക്രമീകരിക്കാം. ദൈവത്തിന് പ്രസാദം തോന്നിയത് തനിക്ക് ബോധിച്ച ചില സത്യങ്ങൾ ബോധ്യപ്പെടുത്തി അവർ ജീവിക്കുന്ന ചുറ്റുപാടുകൾ ദാനിയേലിനെ പോലെ ജീവിതത്തിൽ ചില പ്രമാണങ്ങളും മൂല്യങ്ങളും ഉയർത്തിക്കാട്ടിക്കൊണ്ട് ജീവിക്കണമെന്നുള്ള സതുദ്ദേശത്തോടു കൂടിയാണ്. അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്ന ഇത്രയും ആളുകളെ കണ്ടതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ഒന്നാമത്തെ അധ്യായം ഒരുവിധം പരിശോധിച്ച് വരികയായിരുന്നു കഴിഞ്ഞ ആഴ്ച കൊണ്ട്. അത് നമുക്ക് അവസാനിപ്പിക്കാനായിട്ട് സാധിച്ചു. ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ ധ്യാനിക്കാനായിട്ട് ശ്രമിച്ചത് എന്തൊക്കെയാണ്? ഒന്നായി ഉറക്കുന്നത് ഇവിടെ പ്രയോജനം ചെയ്യും. ഒരു സാഹചര്യങ്ങളും നാം സൃഷ്ടിക്കുന്നവയല്ല, അവ നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നതാണ്. ഏത് സാഹചര്യത്തെയും ഒരു ഭക്തന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്കോ പ്രലോഭനങ്ങൾക്കോ ഒരു ദൈവപൈതലിൻ്റെ ആത്മീക ആളത്വം തകർക്കാനാവില്ല, ആന്തരിക ആളത്വം തകർക്കാനാവില്ല. എല്ലാം നഷ്ടപ്പെടുമ്പോഴും നഷ്ടപ്പെടാതെ ഉള്ളിൽ കാത്തു സൂക്ഷിക്കുന്ന ദൈവാവബോധവും ധാർമ്മിക ബോധവും, ഇത് ഒന്നാമത്തെ അധ്യായത്തിൽ നിന്ന് നമുക്ക് പഠിക്കുന്നതിനായിട്ട് സാധിച്ചതാണ്. 4, ഏത് ചുറ്റുപാടുകളിലും ഒരു ഭക്തന് വിശുദ്ധിയോടെ ജീവിക്കാൻ ആവും. നാം അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തെ കളങ്കപ്പെടുത്താൻ ഒരു ബാഹ്യശക്തിക്കും കഴിവില്ല. കാരണം നാം ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടവർ ആകയാൽ. 5, ദൈവത്തിനു വേണ്ടി ഭൂമിയിൽ നാം എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും പ്രാവർത്തികമാക്കാൻ ദൈവം നമ്മോടുകൂടെ ഉണ്ടായിരിക്കും. ദൈവം നമ്മെ കൈവിടില്ല. ദൈവത്തിനു വേണ്ടി ദൈവത്തോടൊത്ത് നാം എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും അത് പൂർത്തീകരിക്കാൻ ദൈവത്തിൻ്റെ സഖിത്വം, ദൈവത്തിൻ്റെ പങ്കാളിത്തം ഒരു ഭക്തൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. 6, ഭക്തന് ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കണമെങ്കിൽ ചിലത് വർജിക്കേണ്ടതായിട്ടുള്ളത്, ചിലത് വേണ്ടെന്ന് വെക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന ഭക്ഷണം നിങ്ങൾ കഴിക്കണമെന്ന് രാജാവിൻ്റെ കൽപ്പന ഉണ്ടായിട്ടും അത് വേണ്ടെന്ന് വെക്കാൻ ദാനിയേലിന് ഉള്ളത്തിൽ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ ജീവിത നിഷ്ഠയുടെ നിദർശനമാണ്. ബാഹ്യ മനുഷ്യൻ്റെ പുഷ്ടി ഭക്ഷണത്തിൽ മാത്രമല്ല ആശ്രയിച്ചിരിക്കുന്നത്, അത് തന്നിൽ ആശ്രയിക്കുന്ന ഭക്തന് ദൈവം നൽകുന്നതാണ്. അത് നമുക്ക് വിസ്തരിക്കാൻ പറ്റില്ല. രാജഭോജനം കഴിച്ചവരുടെ മുഖത്തിൻ്റെ തേജസ്സിനേക്കാൾ ഏറ്റവും ഭംഗിയുള്ള മുഖം, പുഷ്ടിയുള്ള ശരീരം, രാജഭോജനം വേണ്ടെന്ന് വെച്ച് ശാകപദാർത്ഥം കഴിക്കാൻ ഓപ്റ്റ് ചെയ്ത 4 ബാലന്മാർക്ക് കാണുവാൻ സാധിച്ചത് അതിന് ഉത്തമ ഉദാഹരണമാണ്. ദൈവത്തോടൊത്ത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ പൈതലിനെ ദൈവം ഒരിക്കലും പിന്നോട്ട് പോലുമില്ല, പിന്നിലാക്കില്ല. അവൻ മറ്റുള്ളവരെക്കാട്ടിൽ മുൻപിലായിരിക്കും. തെളിവ്, നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഏലിയാവ് നമുക്ക് മനോഹരമായ ചില പാഠങ്ങൾ നൽകുന്നു. കർമ്മേൽ പർവ്വതത്തിൻ്റെ മുകളിൽ 850 പ്രവാചകന്മാരെ കൂട്ടി ജീവിക്കുന്ന ദൈവത്തെ വെളിപ്പെടുത്തി, അഗ്നി കൊണ്ട് ഉത്തരമരുളുന്ന ദൈവത്തെ വെളിപ്പെടുത്തി കഴിഞ്ഞിട്ട്
അദ്ദേഹം കർമ്മേൽ പർവ്വതത്തിൻ്റെ മുകളിൽ തൻ്റെ മുഴങ്കാലുകളുടെ ഇടയിൽ തല വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ബാല്യക്കാരൻ നോക്കിയപ്പോൾ കൈപ്പത്തിയോളം മേഘം കണ്ടു. അപ്പോൾ ആഹാബിനോട് പറഞ്ഞു, നിന്റെ രഥം പൂട്ടി പൊക്കോ, മഴ വരുന്നുണ്ട്. അപ്പോൾ ആഹാബ് രഥത്തിൽ ഓടി. അവിടെ വായിക്കുന്നത് രസമാണ്, എനിക്ക് ഒത്തിരി പ്രചോദനം നൽകിയ, സന്തോഷം നൽകിയ ഒരു പദമാണ്. ആഹാബിൻ്റെ രഥത്തിൻ്റെ മുൻപിൽ ഏലിയാവിനെ ദൈവം ഓടിച്ചു. ആഹാബിന് രഥമുണ്ട്, ഏലിയാവിന് രഥമില്ല. സ്തോത്രം, മതി. ഇതാണ് ഇൻവിസിബിൾ പവർ എന്ന് പറയുന്നത്. ഈ ഇൻവിസിബിൾ പവറിൻ്റെ ഡെമോൺസ്ട്രേറ്റേഴ്സാണ് നമ്മൾ ഭക്തർ. ദൈവത്തിൻ്റെ അമാനുഷിക അഭൗമ ശക്തിയുടെ നിദർശകരാണ് ഭൂമിയിൽ സമർപ്പിതരായിരിക്കുന്ന ഭക്തർ. സമർപ്പിതരായിരിക്കുന്ന ഭക്തർ പുതിയ നിയമസഭ ലോകമനുഷ്യൻ്റെ പിൻപിലല്ല, പിന്നെ ലോകമനുഷ്യൻ്റെ മുൻപിലാണ്. നമ്മളെ രാജകീയ പുരോഹിത വർഗമാക്കി തീർക്കും. പദവി നമുക്കുണ്ട്, പ്രിവിലേജുണ്ട്. എത്ര ഭാഗ്യമാണ്, എത്ര സന്തോഷമാണ് ഈ കർത്താവിനെ ആരാധിക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് ലോകമനുഷ്യൻ നോക്കുന്ന ഉടനെ പിന്നിലാണെന്നൊക്കെ തോന്നാം, പക്ഷേ ദൈവം അങ്ങനെ ആക്കത്തില്ല. ഒരിക്കലും ദൈവം അങ്ങനെ ചെയ്യത്തില്ല. ദൈവത്തോട് നിൽക്കുന്നവരെ ശ്രേഷ്ഠമായ തലത്തിൽ തന്നെ മാനിച്ചുയർത്താൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ദൈവത്തിന് വേണ്ടി ഒരു വാക്ക് സംസാരിക്കാൻ നീ ജീവിതം സമർപ്പിച്ച് വെച്ചാൽ മാനിക്കുന്നവരുണ്ട്. ദൈവവചനം പറയുന്നത്, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. അതിൻ്റെ മറുവശം എന്നാണ്? ഞാൻ നിന്ദിക്കുമെന്നല്ല, എന്നെ നിന്ദിക്കുന്നവൻ നിന്ദിതനാകുമെന്നാണ്. എന്താ ഞാൻ നിന്ദിക്കുമെന്ന് പറയാത്ത? ഞാൻ നിന്ദിച്ചാൽ പിന്നെ അവൻ ഭൂമി കാണത്തില്ല. അപ്പം നിന്ദിതനാകുന്നതിൻ്റെ തിക്തത അവൻ അനുഭവിക്കണം, ജീവിച്ചിരിക്കണ്ടേ? അതുകൊണ്ടാണ് എന്നെ നിന്ദിക്കുന്നവൻ നിന്ദിതനാകും സ്വയം, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ഞാൻ എങ്ങനെയാണ് മാനിക്കാൻ പോകുന്നത്? രാജാവിൻ്റെ മുദ്രമോതിരം കയ്യിലിടിച്ച് രാജാവിൻ്റെ രണ്ടാം രഥത്തിൽ കയറ്റിയിരുത്തി മുട്ടുകുത്തുവീൻ എന്ന് പറഞ്ഞ് ആർത്ത് വിളിച്ച് തെരുവിലൂടെ ആനയിച്ചു കൊണ്ടുപോകുന്ന മോർദ്ധേക്കായിയെ പോലെ, മോർദ്ധേക്കായിയെ തകർത്ത് കളയാൻ ശ്രമിച്ച ഹാമാൻ കഴുകുമരത്തിലേറിയപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദൈവത്തിന് വേണ്ടി നിലനിന്ന, തനിക്ക് വേണ്ടി നിന്ന, രാജാവിന് വേണ്ടി നിന്ന, അദ്ദേഹത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താണെന്നറിയാമോ? ഈ ദൈവത്തിൻ്റെ സമയമാകുമ്പം എനിക്ക് ഉയർന്നാൽ മതി. എൻ്റെ വളർത്തുമോടെ കെയർ ഓഫിൽ എനിക്ക് അന്തപ്പുരത്തിൽ കയറണ്ട, രാജാവിൻ്റെ അരമനെ കയറണ്ട. ഇങ്ങനെ ആര് തീരുമാനിക്കും? വോട്ടുപിടിച്ചു, എന്തോ പ്രശ്നമായിരുന്നു ഈ സുവിശേഷ സംഘത്തിൻ്റെ ഇലക്ഷന്, പരിചയമില്ലാത്തവർ പോലും വിളിച്ചു. ഭയങ്കര പരിപാടികളാണ്. അങ്ങ് കയറണം, അവിടെ കയറി ഭരിക്കണം. എന്താണാവോ എനിക്കറിഞ്ഞൂടാ. ഇത്രയും കൊല്ലമായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പിള്ളേരൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എനിക്കത് തോന്നിയിട്ടില്ല. ഒരു സ്ഥാനത്തേക്ക് ശുശ്രൂഷയ്ക്ക് ദൈവം ഒരു ഭക്തനെ ഉദ്ദേശിക്കുന്നെങ്കിൽ ആരൊക്കെ തടസ്സം നിൽക്കാലും, ആരെല്ലാം ഇതിനെ എതിർത്താലും, ഹാമാൻ എത്ര ശക്തിയുള്ളവനാണേലും അവനെ ദൈവം അവിടെ കൊണ്ടുവന്നിരിക്കും. അങ്ങനെ വചനം പഠിപ്പിക്കുന്ന അങ്ങനെയാണ്. ഒരിക്കലും ദൈവഭയത്തിൽ പിന്നിലല്ല. ദൈവത്തിന് സ്തോത്രം പറയാം. ഈ 4 പേരിവിടെ ആരുമല്ല, അല്ലേ? പക്ഷേ അവരെ മാനിച്ചൊരു ദൈവമുണ്ട്. നമുക്കെന്ന റെസല്യൂഷൻ എന്നാണ്? ദൈവത്തോടൊത്ത് ഈ ഭൂമിയിൽ ജീവിച്ചാൽ എന്നെ മാനിക്കുന്ന ഒരു ദൈവം ഉണ്ട്, മതിയത്. വേറെ ആരുടെയും മാന്യത വേണ്ട. സ്വർഗം എന്നെ അറിയുന്നു, സ്വർഗം എന്നെ മാനിക്കുന്നു. സ്തോത്രം. നമ്മുടെ പഠനം കഴിയുമ്പോൾ അവിടെ ഉള്ളത്തിലൊരു സന്തോഷമുണ്ട്. എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി എന്നൊക്കെ പറയുന്നില്ലേ? ഈ ഉള്ളം ഇങ്ങനെ രസിക്കണം ദൈവത്തിൻ്റെ വചനത്തിൽ. ഇന്നലെ ഞാനൊരു ഈ സന്നദ്ധ സുവിശേഷ സംഘത്തിൻ്റെ കോർണർ മീറ്റിംഗാണ്. അച്ഛൻ്റെ നാട് വരെ പോകണ്ട, കൊട്ടാരക്കരയ്ക്കടുത്ത് മൈലം കോർണർ മീറ്റിംഗാണ്. ഒരു 100-400 പേര് കാണും കോർണർ മീറ്റിംഗ്. എന്തോ സന്തോഷമാണ് പ്രസംഗിക്കാനായിട്ട്. നമ്മൾ തന്നെ അറിയില്ല അവരുടെ ആ സന്തോഷവും ആനന്ദവും. കയ്യൊക്കെ അടിച്ച് പാട്ടുമൊക്കെ പാടി, ആ പണ്ടത്തെ കൂട്ടായ്മയുടെ സന്തോഷം. കുറേ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു നന്നായിട്ട്. നിങ്ങൾക്കില്ലാത്തതുകൊണ്ട്, നമ്മുടെ ഇടവക അത് ക്രമീകരിക്കാത്തതുകൊണ്ട് അതിനുവേണ്ടി ഞാൻ എടുത്തുകൊണ്ടെന്ന് പറഞ്ഞല്ല. അത് കണ്ടപ്പോൾ എൻ്റെ ഉള്ളത്തിൽ തോന്നിയ ഒരു വലിയ
കാര്യമുണ്ട്. നമ്മുടെ ഇടവകയിൽ അങ്ങനത്തെ ഒന്ന് ഉണ്ടായിരുന്നെങ്കിൽ ബെയിലി സാറുമൊക്കെ ഒന്ന് മുന്നോട്ട് വന്നാൽ. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം ബെയിലി സാർ ഹല്ലേലൂയ പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും കേട്ടായിരുന്നു? അന്നത്ര എനിക്കറിയില്ലായിരുന്നു. ഞാൻ അവിടെ പ്രസംഗിക്കുന്ന സന്ദർഭത്തിലാണ് 3 ദിവസത്തെ കൺവെൻഷൻ എസ് അലക്സാണ്ടർ അച്ഛൻ്റെ സമയത്ത് സാറിരിപ്പുണ്ട്. ദൈവത്തിൻ്റെ കരസ്പർശനം അനുഭവിച്ച് മനുഷ്യനാണ്. ഉള്ളത്തിൽ തട്ടിയപ്പോൾ വിളിച്ചു പറഞ്ഞു ഹല്ലേലൂയ. ചുങ്കത്ര ചെന്നാൽ അദ്ദേഹത്തിൻ്റെ സ്പർശം അവിടെയുണ്ട്, ആത്മീക സ്പർശം. ഇതൊക്കെ പോയി ഞാൻ കണ്ടിട്ടാണ് പറയുന്നത്, മുഖസ്തുതിക്ക് വേണ്ടി പറയുന്നതല്ല. അവിടെ ഇരുന്ന് അച്ഛനോട് ചോദിച്ചാൽ അച്ഛനും പറഞ്ഞു തരും. ദൈവത്തിന് സ്തോത്രം. 2-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. തേനിനെക്കാളും തെങ്കട്ടേക്കാളും നാവിനു മധുരം നൽകും തിരുവചനം. തേനിനെക്കാളും തെങ്കട്ടേക്കാളും നാവിനു മധുരം നൽകും തിരുവചനം. പാപം ചെയ്യാതിരിപ്പാൻ എൻ്റെ തിരുവചനം എൻ്റെ ഹൃദയത്തിൽ ഞാൻ നിത്യം സംഗ്രഹിക്കുന്നു. തേനിനെക്കാളും തെങ്കട്ടെ നാവിനു മധുരം നൽകും തിരുവചനം. തേനിനെക്കാളും തെങ്കട്ടേക്കാളും നാവിനു മധുരം നൽകും തിരുവചനം. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, തിരുവചനത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ ഞങ്ങളുടെ ബോധങ്ങളുടെ കണ്ണുകളെ തുറക്കണമെന്ന് മശിഹായുടെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയവായി കേൾക്കണമേ. ആമീൻ. 2-ാം അധ്യായത്തിലേക്ക് ധ്യാനത്തിനായി നമുക്ക് പ്രവേശിക്കാം. പ്രവചനത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ പാക്ക് ചെയ്തിരിക്കുന്ന ഒരു അധ്യായമാണ് 2-ാം അധ്യായം. 2-ാം അധ്യായം 4-ാമത്തെ വാക്യം മുതൽ 7-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം വരെ ആരാമ്യ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. ബാക്കിയുള്ളവ എബ്രായ ഭാഷയിൽ. പഴയ നിയമത്തിൻ്റെ മൂല ഭാഷ എബ്രായ ഭാഷയാണ്. എന്നാൽ ഇത് ജാതികളോടുള്ള സന്ദേശം, ജാതികളോടുള്ള ദൂത് അവർക്ക് ഹൃദ്യമായ തരത്തിൽ ആസ്വദിക്കാൻ പോരുന്ന തരത്തിൽ അത് അരാമ്യ ഭാഷയിൽ രേഖപ്പെടുത്തുന്നതാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. പക്ഷെ നമ്മൾ വായിക്കുമ്പോൾ 2 ഭാഷ തോന്നില്ല, ഒന്നായിട്ട് തന്നെ നമുക്ക് തോന്നാം. ഇവിടെ ജാതീയ രാജാവായിരിക്കുന്ന നെബൂഖദ്നേസർ ഒരു സ്വപ്നം കണ്ടു. രാജാവ് പ്രതാപത്തിൻ്റെ ഔന്നത്യത്തിൽ നിൽക്കുന്ന സമയത്താണ് ഈ സ്വപ്നം കാണുന്നത്. പ്രതാപത്തിൻ്റെ ഔന്നത്യം എത്രമാത്രം ഉണ്ടെന്ന് താൻ തന്നെ പറയുന്നൊരു റെഫറൻസ് ഉണ്ട്. 4-ാം അധ്യായത്തിലേക്കൊന്ന് പോയാം. 4-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം ഒരാൾ വായിക്കാമോ? 4-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം. അതെ സാറേ, ഇത് ഞാൻ എൻ്റെ ധന മാഹാത്മ്യത്തിൻ്റെ പ്രതാപ മഹത്വത്തിനായി രാജധാനിയായി പണിത മഹദിയാം ബാബിലോൺ അല്ലയോ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? എനിക്ക് ലഭിച്ച പ്രൗഢിയുടെയും മഹത്വത്തിൻ്റെയും എനിക്ക് ധനത്തിൻ്റെയും പ്രതാപം കാണിക്കാൻ വേണ്ടി ഞാൻ തന്നെ ഞാൻ പടുത്തുയർത്തിയ എൻ്റെ ശക്തിയുടെ, എൻ്റെ ധനത്തിൻ്റെ, എൻ്റെ മഹത്വത്തിൻ്റെ, എൻ്റെ ശ്രേഷ്ഠതയുടെ പര്യായമായി നിൽക്കുന്നു നയനസുന്ദരമായിരിക്കുന്ന ബാബിലോൺ നഗരം. ആ സുന്ദരമായ ഗേഹം, മർദോക്കിൻ്റെ ക്ഷേത്രം, 350 അടി ഉയരമുള്ള മതിൽ, 87 അടി വീതിയുണ്ട്, ഭയങ്കരങ്ങളായിരിക്കുന്ന 100 താമ്രവാതിലുകൾ ചുറ്റും, യൂഫ്രട്ടീസ് നദി അതിന് നടുക്കുൾ ഒഴുകുന്നു, അതിനെ ക്രോസ് ചെയ്ത ബ്രിഡ്ജസ് സ്വർണം പൂശിയതുപോലെ വെട്ടിത്തിളങ്ങുന്നു.
നയനസുന്ദരമായിരിക്കുന്ന മനോഹരമായിരിക്കുന്ന കാഴ്ച കണ്ടുകൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞാണ്. അപ്പോൾ തൻ്റെ പ്രതാപത്തിൻ്റെ എത്തിയ സന്ദർഭത്തിലാണ് രാജാവിന് ഒരു ചിന്ത, എൻ്റെ ഫ്യൂച്ചർ എന്തായിത്തീരുമെന്ന്. രാജാവിന് ഈ ഉണ്ടായതായിട്ട് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ രാജാവ് പറഞ്ഞില്ല. രാജാവിൻ്റെ മനസ്സിൽ ഇങ്ങനൊരു ചിന്തയുണ്ടെന്ന് രാജാവ് പറഞ്ഞില്ല. പക്ഷേ രാജാവിന് ഉള്ളത്തിൽ കൂടെ പോയ ചിന്ത ദൈവത്തിൻ്റെ ഭക്തനായിരിക്കുന്ന ദാനിയേലിന് ബോധ്യപ്പെട്ടു. ഒരു ഭക്തൻ്റെ പ്രത്യേകത അതാ, മുഖത്ത് നോക്കിയാൽ അറിയാം മനസ്സിൻ്റെ ഭാവം എന്താണ്. നിങ്ങളുടെ മനസ്സിൽ കൂടെ ഈ പ്രസംഗം അങ്ങ് നിർത്തിയാൽ മതിയെന്ന് മനസ്സ് വരുമ്പോൾ എൻ്റെ മനസ്സ് എനിക്ക് ഉടനെ റീഡ് ചെയ്യാൻ പറ്റും നിർത്തണമെന്ന്. മുഖത്ത് നോക്കിയാൽ അറിയാം. ആ മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണ്. ഇത് ഞാൻ പറഞ്ഞത് ദാനിയേലിൻ്റെ വാക്കുകളിൽ നിന്നാണ്. അദ്ദേഹത്തിന് കിടന്നിട്ട് ഉറക്കം വന്നില്ലെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതിൻ്റെ റീസൺ എന്താണെന്ന് അവിടെ പറഞ്ഞു. രാജാവ് പറഞ്ഞില്ല, പക്ഷേ ദാനിയേൽ പറഞ്ഞു. 2-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം വായിച്ചാട്ട് നമ്മൾ ഇനിയും ഇതൊക്കെ ഇങ്ങനെ ചെയിൻ പോതര ചേർത്താണ് പഠിക്കുന്നത്. 2-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം വായിച്ചാട്ട് ഇത് വല്ലതും നെബൂഖദ്നേസർ പറഞ്ഞോ? അവിടെ എഴുതിയിട്ടുണ്ടോ? 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ എന്താ പറഞ്ഞ്? എനിക്ക് ഇങ്ങനൊരു വിചാരം ഉള്ളതായിട്ട് പറഞ്ഞിട്ടില്ല. എൻ്റെ പ്രതാപത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ആ പ്രതാപത്തിൻ്റെ അത്യുന്നതയിൽ നിൽക്കുമ്പോൾ, അതിൻ്റെ മാക്സിമം ഗ്രേറ്റ്നെസ് നിൽക്കുന്ന പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കുറിച്ച് ഇങ്ങനെ അങ്ങോട്ട് പോയി ഞാൻ എന്തായിത്തീരും, എൻ്റെ ഫ്യൂച്ചർ എന്തായിത്തീരും, എൻ്റെ ഭാവി എന്തായിത്തീരും. എനിക്ക് കുവൈറ്റിലെ ഒരിക്കൽ കൺവെൻഷൻ പ്രസംഗിക്കാം. അപ്പം എനിക്ക് വളരെ പരിചയമുള്ള എന്നെ ഇച്ചിരി ഇളയാളാണ്. അപ്പോൾ ഭയങ്കര കാശുകാരനും ബിസിനസ്സുകാരനൊക്കെ. അപ്പോൾ ഞാനാണ് ഒന്ന് വിളിച്ചു. അവിടെ ചെല്ലുമ്പോൾ വിളിക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ അവനെ വിളിച്ചു. അച്ഛൻ എപ്പോഴാണ് വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ചു ഇന്ന് വരുന്നില്ലേ? അച്ഛാ ഇന്ന് ഞാൻ ആ പാടെ ബിസിയാണ്. പിന്നെ ഇങ്ങനെ പറഞ്ഞു എന്നെ കൂട്ടത്തിൽ പറയാം. ഇപ്പം എനിക്ക് ആകെപ്പാടെ ഒരു ചിന്തയുള്ളത് എന്നാണെന്നറിയാമോ? ഇനി കുറച്ച് കാലം കൂടെ എനിക്കുള്ളല്ലോ എന്നാണ്. ബിസിനസ്സൊക്കെ ഡെവലപ്പ് ചെയ്ത് ഇഷ്ടംപോലെ ഇന്ത്യയിലും മറ്റ് പലയിടത്തും രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ ബിസിനസ്സൊക്കെ ഡെവലപ്പ് ചെയ്ത് നല്ല മാക്സിമം ഇങ്ങനെ കയറി നിൽക്കുമ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ചിന്ത എന്നാ, എനിക്ക് കുറച്ച് കാലമേ ഉള്ളല്ലോ. എന്നിട്ട് യൗവനത്തിലേക്കൊന്ന് തിരിച്ചു പോയാൽ കൊള്ളാമെന്ന്. യൗവനത്തിലേക്കൊന്ന് തിരിച്ച് നിങ്ങൾ കേട്ടിട്ട് ചിരിക്കുമെന്ന് വേണ്ട, നമുക്കെല്ലാവർക്കും ഉള്ള ഒരു ചിന്തയാണ്. അയ്യോ എനിക്കിനി കുറച്ചു കാലം കൂടെ ഉള്ളല്ലോ എന്നൊരു ചിന്ത ആർക്ക് വന്നു? നെബൂഖദ്നേസറിന് വന്നു. അവിടെ തീർന്നു. അപ്പോൾ വിഷണ്ണനായിരിക്കുമ്പോൾ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം മറന്നുപോയി. സ്വപ്നം കണ്ടു. ഞാൻ സ്വപ്നത്തെക്കുറിച്ചൊന്നും പറയത്തക്കവണ്ണം സ്വപ്നത്തെക്കുറിച്ച് പഠിച്ചിട്ടില്ല. എനിക്കറിയാത്ത കാര്യം, ഇത്രയെങ്കിലും അറിയാത്ത കാര്യം ഞാൻ ഒന്നും പറയത്തില്ല. നെബൂഖദ്നേസർ സ്വപ്നം കണ്ടു, മറന്നുപോയി. നെബൂഖദ്നേസർ മറന്നുപോയത് നെബൂഖദ്നേസറിന്റെ അരമനയിൽ തന്നെ ഒരധികാരവുമില്ലാത്ത, ഒന്നുമില്ലാത്ത, വീടില്ലാത്ത, നാടില്ലാത്ത, കൂടില്ലാത്ത, അപ്പനില്ലാത്ത, അമ്മയില്ലാത്ത, ഒന്നുമില്ലാത്ത ഒരു മനുഷ്യന് വെളിപ്പെട്ടി. ഇതാണ് ആത്മീയത, ഇതാണ് ദൈവികത. പ്രതാപ മഹത്വത്തിന് വേണ്ടി പണിത അരമനയിൽ വസിക്കുന്നവൻ സ്വപ്നം കണ്ട് മറന്നുപോയപ്പോൾ ആ മറന്നതിനെ വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു ദൈവമാണ് ദാനിയേലിന്റെ പുസ്തകത്തിലെ ദൈവം. ആ ദൈവത്തെയാണ് ദാനിയേൽ സാക്ഷിക്കുന്നത്. ആ ദൈവമാണ് ദാനിയേൽ പ്രവചനം പഠിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ദൈവമെന്ന് നമുക്ക് പറയാം. ഈ പഠനത്തിലൂടെ ഒക്കെ സാധിക്കേണ്ട ഇതാ. അല്ലാതെ ഒരു സ്റ്റോറി കേട്ടിരിക്കുന്ന പോലെ കേട്ടുന്നതിൻ്റെ കാര്യമൊന്നുമില്ല. ഇറ്റ്സ് എ ടൈം ഓഫ് ഇൻട്രോസ്പെക്ഷൻ. നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുകയാണ്. വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു വിശകലനം ചെയ്യുകയാണ്. നെബൂഖദ്നേസർ കണ്ട സ്വപ്നം അദ്ദേഹം മറന്നു. പക്ഷേ ദാനിയേലിന് ഈ നെബൂഖദ്നേസറിൻ്റെ അത്ര ഒരു ക്രെഡിറ്റും ഇല്ല, ക്രെഡൻഷ്യൽസ് ഒന്നുമില്ല, നത്തിങ്, അബ്സല്യൂട്ട്ലി നത്തിങ്.
He has nothing except God. Nebuchadnezzar has everything. He has everything. But he don't has a living God. He don't have the right relationship with the living God. Daniel and 3 other brothers, they do not have nothing as their own, no belongings at all. But they have the right relationship with the Heavenly Father. That's enough. That's more than enough. Praise the Lord. നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ രഹസ്യം അവിടെയാണ്, ആർജിക്കുന്നതിലല്ല. നമുക്ക് എത്രമാത്രം ആർജിക്കാമോ അക്യൂമുലേറ്റ് ചെയ്യാമോ അത്രയും അക്യൂമുലേറ്റ് ചെയ്തതാണ് വിജയമെന്ന് നമ്മുടെയൊക്കെ ചിന്ത. പക്ഷേ ദാനിയേലിൻ്റെ പ്രവചനത്തിൻ്റെ പഠനം നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്. യു മേ ഹാവ് നത്തിങ് ഓൺ ദിസ് പ്ലാനറ്റ്. നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാം, എനിക്കൊന്നുമില്ല, എനിക്കെൻ്റെ യേശുണ്ട്, എനിക്കെൻ്റെ കർത്താവുണ്ട്, എനിക്കെൻ്റെ ദൈവമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഇത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഇങ്ങനെ നമ്മുടെ എൻ്റെ ഒരു ആഗ്രഹം ഇതാണ്, എൻ്റെ ജനങ്ങൾ, എൻ്റെ സഹോദരങ്ങൾ ഇത് പഠിക്കുന്നതിലൂടെ ഇങ്ങനെ ഉയരണം, വളർന്ന് ആത്മീയമായിട്ട് ദാനിയേലിൻ്റെ ആളത്വത്തിനൊത്ത് വളരണം, അവിടെ വരെ എത്തണം. അത് സിൻസിയർ ആണെങ്കിൽ നടക്കും, ഇല്ലേ സാറേ? നടത്തും ദൈവം. പക്ഷെ നമുക്കൊരു ഏണസ്റ്റ് ഡിസയർ ഉണ്ടായിരിക്കണം, അത് സിൻസിയർ ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അതിനൊരു വലിയ അടങ്ങാത്ത ആവേശം വേണം, ആഗ്രഹം വേണം വചനത്തോട്. അച്ഛൻ പറഞ്ഞതുപോലെ വചനത്തോട്. ഇനി നോക്കിയേ, സ്വപ്നം കണ്ടു കഴിഞ്ഞപ്പോൾ ഈ രാജാവിനുണ്ടായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവൻ്റെ മനസ്സ് വ്യാകുലപ്പെട്ടു, അവന് ഉറക്കമില്ലാതായി. ആർക്കാ? രാജാവിന് ഉറക്കമില്ലാതായി, മനസ്സ് വ്യാകുലപ്പെട്ടു. എല്ലാവിധ സുഖ സൗകര്യത്തിൻ്റെ നടുവിൽ നിന്നാലും ഒന്ന് ഉറങ്ങാൻ പറ്റിയില്ലേ? ഇപ്പം ഈ 6 അടി ഉയരമുള്ള മെത്ത വരെയുണ്ട്. അമേരിക്കയിലൊക്കെ ചെന്ന് ചാടിക്കയറി വേണം മെത്തയിൽ ഇരിക്കണേ. ഭയങ്കര ലേയേഴ്സാണ് അതിന്. നല്ല സുഖമാണ് കിടന്നുറങ്ങാൻ. പക്ഷെ ഞാനൊക്കെ കിടന്നാൽ പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോഴത്തേക്ക് നടുവിന് പ്രയാസം ഉണ്ടാകും. നമ്മളതുകൊണ്ടാണ് കട്ടിയുള്ള മെത്തയിലൊക്കെ കിടക്കുന്നത്. അവിടെ ചെന്നാൽ നോ സോഫ്റ്റ്നെസ് ആണെന്നറിയാമോ കിടന്നുറങ്ങാനൊക്കെ? അതിനെക്കാട്ടിലും സോഫ്റ്റ്നെസ്സാണ് പാലസിനകത്ത്. എല്ലാ സുഖ സൗകര്യങ്ങളുടെയും എല്ലാ സമൃദ്ധിയുടെയും നടുവിൽ ജീവിക്കുക. എല്ലാം അവൈലബിളാണ്. പക്ഷേ ഉറക്കമില്ല. എന്നോ ഗുണമുണ്ട്? ഡയസപ്പാം പിൽസ് കഴിച്ചാൽ എപ്പോഴും കിടന്ന് ഉറങ്ങുന്ന പലരും. എന്നാൽ ഒന്നുമില്ലാത്ത പിള്ളേരവിടെ ഉണ്ട്. ആരൊക്കെയാ? ദാനിയേലും കൂട്ടരും. അവരുറങ്ങിയതിനെക്കുറിച്ചൊന്നും ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടില്ല. ഉണ്ടോ? ഇല്ല. പക്ഷേ ഉറങ്ങി കാണണം, ഇല്ലയോ? ഉറങ്ങിക്കണ്ടപ്പോഴാണ് ദൈവം വെളിപ്പെടുത്തി കൊടുത്തത്. സ്വപ്നത്തെ വെളിപ്പെടുത്തി കൊടുത്തതാണ് ദൈവം വെളിപ്പെടുത്തി കൊടുത്തത്. ഞാൻ ഓരോ പദങ്ങളും എടുത്ത് വായിക്കുമ്പോൾ അതിൽ നിന്ന് ചില ആത്മീയ ആശയങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചാണ് മുന്നോട്ട് പോകുന്നത്. 120 സംസ്ഥാനങ്ങളുടെ അധിപതിയായ രാജാവ് നെബൂഖദ്നേസർ, അദ്ദേഹത്തിന് ഹാങ്ങിങ് ഗാർഡൻസ് ഉണ്ട്. ഇദ്ദേഹത്തെ ഈ ഉണ്ടല്ലോ അരമനയിൽ അദ്ദേഹം കിടക്കുന്ന ആ മുറിയുടെ ഇപ്പുറത്ത് ഒന്ന് ശബ്ദം ഉണ്ടാക്കിയാൽ അറ്റൻഡ് ചെയ്യത്തക്കോണം പരിചാരകർ എപ്പോഴും അലർട്ടാണ്. അവർ ഉറക്കമില്ല. രാജാവ് ഉറങ്ങുമ്പോൾ അവർക്ക് ഉറക്കമില്ല. ഇപ്പോൾ അവർക്കും ഉറക്കമില്ല, രാജാവിനും ഉറക്കമില്ല. എന്താ കാരണം? സ്വപ്നം. എന്താ കാരണം? പറ, എന്താ കാരണം? അല്ല, എന്താ കാരണം? ഭാവിയെക്കുറിച്ചുള്ള ആകുലത, ഉത്കണ്ഠ, ആങ്സൈറ്റി. ഈ നൺ ഓഫ് ഡിസീസ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, നൺ ഓഫ് ദീസ് ഡിസീസ്. അത് എഴുതിയ ഡോക്ടർ വില്യം മാക്ഡൊണാൾഡാണ്. എനിക്ക് പണ്ട് കിട്ടിയ പുസ്തകം. അപ്പം അതിനകത്ത് ആധുനിക മനുഷ്യനെ അലട്ടുന്ന മാരകമായ രോഗങ്ങളുടെ സോഴ്സിനെ കുറിച്ച് അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട്. 3 കാര്യങ്ങൾ. ഫിയർ, ആങ്കർ, ആങ്സൈറ്റി. ഫിയർ, ആങ്കർ, ആങ്സൈറ്റി. ഭയം. അത് ഭയങ്കര അസുഖമുള്ളതാണ്. ഭയം ഭയങ്കര. ഫിയർ അതായത് സിസ്റ്റത്തെ മുഴുവൻ തളർത്തിക്കളയുന്ന ഭയം. ആങ്കർ, കോപം.
അഡ്രീനൽ ഗ്ലാൻഡ് ഭയങ്കരമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന അഡ്രിനാലിൻ ഗ്രന്ഥി നമ്മുടെ ഈ ശരീരത്തിൽ പെട്ടെന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. നമുക്കുണ്ടാകുന്നൊരു എനർജി ഉണ്ടല്ലോ, എക്സ്ട്രാ എനർജി. ഇതാ ആങ്കർ, ആങ്സൈറ്റി. നാളെ എന്നാ സംഭവിക്കും? ആകുലത, ഫിയർ, ആങ്കർ, ആങ്സൈറ്റി. ഇത് ആധുനിക മനുഷ്യൻ്റെ രോഗത്തിൻ്റെ പ്രധാനപ്പെട്ട കോസുകളിൽ ശ്രേഷ്ഠമായതാണെന്ന് ഇത് ശക്തിയായിട്ട് സമ്മതിക്കുന്നു. ഞാൻ ചില ഡോക്ടേഴ്സിനോടൊക്കെ സംവദിക്കുമ്പോൾ എൻ്റെ സംശയങ്ങളൊക്കെ ചിലപ്പോൾ ഞാൻ അവരോട് പറയും. ചില പ്രിയപ്പെട്ടവരുണ്ട്, നന്നായിട്ട് പറയും. നമ്മുടെ മർത്തമക്കാരെ ഡോക്ടേഴ്സ് അവിടെ മെഡിക്കൽ മിഷനിൽ അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ച് പല കാര്യങ്ങൾ. അദ്ദേഹം എനിക്ക് നല്ല ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്കത് കേൾക്കാൻ ഇഷ്ടമാണ്. കാരണം ശാസ്ത്രം പഠിക്കാൻ വലിയ അവസരം കിട്ടാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ശാസ്ത്രത്തെ, സത്യങ്ങളെ ഗ്രഹിക്കാനായിട്ട് എപ്പോഴും ആഗ്രഹിക്കുന്ന വലിയ ഒരു മനസ്സെനിക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അരമനയിൽ എല്ലാവിധ സൗകര്യങ്ങളുണ്ട്. കലാകാരന്മാരുണ്ട്, വികസിത ശാസ്ത്രമുണ്ട്, പണ്ഡിതന്മാരുണ്ട്, മന്ത്രവാദികളുണ്ട്, അഭിചാരകന്മാരുണ്ട്. എല്ലാ ഭൗതിക സുഖത്തിൻ്റെയും നടുവിൽ ജീവിച്ചിരിക്കുന്ന രാജാവ് ഇനി എന്നതിനെ ചൊല്ലി വിചാരിച്ച് പരവശനായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഉറക്കം നഷ്ടപ്പെട്ടു. അദ്ദേഹം വ്യാകുല മാനസനായി. ആര്? നെബൂഖദ്നേസർ. നിങ്ങൾക്കറിയാമോ, രാജാവിനൊരു മ്യൂസിക് കേൾക്കണമെന്ന് തോന്നിയാൽ ഇമ്മീഡിയറ്റായിട്ട് മ്യൂസിക് കേൾപ്പിക്കത്തക്കവണ്ണം ലൈവാണ് അവിടെ ആളുകൾ. ഈ ദാവീദ് രാജാവിന് കിന്നരം വായിച്ചു കൊടുത്തില്ലേ എന്ന് പറയുന്നത് പോലെ വിദഗ്ധന്മാരായ പണ്ഡിതന്മാരായിരിക്കുന്ന ആളുകൾ അരമനയിൽ തൻ്റെ റൂമിനടുത്ത്, പാലസിനകത്ത് അവൈലബിൾ ആണ്. എല്ലാ സുഖസൗകര്യങ്ങളുടെ നടുവിലുമാണ് നെബൂഖദ്നേസർ നിവസിക്കുന്നത്. പക്ഷെ ഒരു ചെറിയ ചിന്ത മതി, നിന്റെ എല്ലാം നഷ്ടപ്പെട്ടു പോകാൻ. മനസ്സാകുലപ്പെട്ടു. രണ്ടാമത്തെ അധ്യായത്തിൽ താഴോട്ട് വായിച്ചാട്ട്, രണ്ടാമത്തെ അധ്യായത്തിൻ്റെ താഴോട്ടുള്ള വാക്യം. വ്യാകുലപ്പെട്ടു, ഉറക്കമില്ലാതായി, സ്വപ്നം അറിയിപ്പാൻ മതി. ഈ നെബൂഖദ്നേസർ രാജാവ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയെക്കുറിച്ച് 5-ാം അധ്യായത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഇപ്പോൾ പുള്ളി ആപ്പാടെ വറച്ചിരിക്കുക, വ്യാകുലപ്പെട്ടിരിക്കുക, പ്രയാസപ്പെട്ടിരിക്കുക, ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുക. ഉറക്കം നഷ്ടപ്പെട്ടവൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എങ്ങനെ ഇരിക്കും മുഖം? വിളറി വെളുത്ത് ഇല്ലേ, കഴിക്കാനൊന്നും തോന്നത്തില്ല, അങ്ങനെ ഇരിക്കുക. പക്ഷെ ഈ രാജാവിനെ കുറിച്ച് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പരാമർശം വായിച്ചു കേൾക്കണം. ആ മനുഷ്യനാണ് ഇങ്ങനെ ഇരിക്കുന്നത്. 5-ാം അധ്യായത്തിൽ ഒന്ന് നോക്കി, 5-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവൻ്റെ മുൻപിൽ ഭയപ്പെട്ട് വിറച്ചു. ആര്? രാജാവിന് മുൻപിൽ സകല ഗോത്രങ്ങളും ഭാഷക്കാരും ദേശക്കാരും എല്ലാവരും ഭയപ്പെട്ട് വിറച്ചു. മുൻപിൽ വിറയ്ക്കുന്നവൻ ഇപ്പം പുള്ളി വിറയ്ക്കാൻ തുടങ്ങി. പിടികിട്ടിയോ? ഞാൻ ഏതാണ്ടാണെന്നും പറഞ്ഞ് നാട്ടുകാരെയും വിറപ്പിച്ച് ഇടവകയിൽ അങ്ങോട്ട് എഴുന്നേറ്റുന്നുകൊണ്ട് ഭരണഘടന 32-ാം വകുപ്പും പിടിച്ചോണ്ട് നിന്ന് അച്ഛനെ വിറപ്പിക്കാൻ ശ്രമിക്കുന്നവൻ ഓർത്തോ, നീ വിറയ്ക്കാൻ പോവാ. അച്ഛന്മാരെ സപ്പോർട്ട് ചെയ്ത് പ്രസംഗിക്കാമെന്ന് വന്നതല്ലേ ഞാൻ. വന്നേക്കാം. ആകപ്പാടെ പള്ളി വരുന്നത് ഇതിനു വേണ്ടിയുള്ളൂ, ഭരണഘടനയുടെ വകുപ്പ് പറയാൻ. ഞാനൊരു കാര്യം പറയാം. വീടും നാടും കൂടും വിട്ട് നമ്മുടെ ഇടയിൽ വന്ന് പാർത്ത് കർത്താവിൻ്റെ വേല ചെയ്യുന്ന വേലക്കാരെ 1% പോലും നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല. സപ്പോർട്ട് ചെയ്യാൻ വയ്യാങ്കിൽ ഇപ്പോൾ ഇതൊക്കെ അങ്ങ് മാറിപ്പോകണം. ഗുണവുമില്ല ദോഷവുമില്ല. അവരുടെ ജോലി ചെയ്തോട്ടെ. നമ്മളെന്തിനാ ആവശ്യത്തിനൊക്കെ നിൽക്കുന്നത്? ശാപം വിളിച്ചിട്ടാണ്. ഈ ഇവരും അതിനകത്ത് നിന്ന് ശാപിച്ചാൽ അതിനകത്ത് നിന്ന് മനസ്സിന് ഒന്നാലുണ്ടല്ലോ, ആ വേദനിപ്പിക്കുന്നവൻ്റെ തലമുറയ്ക്കിരിക്കും അതിൻ്റെ ശാപം. അതുകൊണ്ടാണ് പറയുന്നത്. അച്ഛന്മാരെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞല്ല, അവർ സത്യം പറഞ്ഞതാണ്. ദൈവത്തിന് സ്തോത്രം. നെബൂഖദ്നേസർ രാജാവേ, നിന്റെ മുമ്പിൽ വിറച്ചു, സകല മനുഷ്യരും വിറച്ചു. പക്ഷെ നീ ഇപ്പം വിറയ്ക്കുക. സകലരെയും വിറപ്പിച്ചവൻ ഇപ്പം വിറപ്പിക്കുക. സകലരെയും വിറപ്പിക്കുന്ന ഒരു ചിന്ത ഉണ്ടെങ്കിൽ ഓർത്തോ, താമസിക്കാതെ നീ വിറയ്ക്കും. ഇപ്പോൾ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ റെസൊല്യൂഷൻ എന്താണെന്ന്
അന്വേഷിക്കുമ്പോൾ എൻ്റെ പ്രശ്നങ്ങൾക്ക് പ്രതിവിധി നൽകാൻ കെൽപ്പുള്ളവരാണ് ഇന്നതെന്ന് രാജാവിന് ബോധ്യമുള്ള ആളുകളെ വരുത്തി. വായിച്ചാട്ട് താഴോട്ട്. രാജാവിനോട് സ്വപ്നം അറിയിപ്പാൻ മന്ത്രവാദികളെയും ആഭിചാരകന്മാരെയും ക്ഷുദ്രക്കാരെയും കൽദയരെയും വിളിപ്പാൻ രാജാവ് കൽപ്പിച്ചു. അവർ രാജസന്നിധിയിൽ നിന്നു. രാജാവ് കണ്ടതായിരിക്കുന്ന സ്വപ്നം. 2 പദങ്ങൾ ഈ പുസ്തകത്തിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് സ്വപ്നം, മറ്റൊന്ന് ദർശനം. ഒന്ന് സ്വപ്നം, മറ്റൊന്ന് ദർശനം. എന്താണ് രണ്ടിൻ്റെയും അർത്ഥം? രണ്ടും ഒരർത്ഥമാണെങ്കിൽ പിന്നെ സ്വപ്നം എന്ന് പറഞ്ഞാൽ പോരെ? രണ്ടും രണ്ടർത്ഥമാണ്. ഞാനത് നിർത്തി, നിങ്ങൾ പ്രസംഗിക്കട്ടെ വിചാരിച്ചാൽ നിർത്തി. സ്വപ്നം ഉറക്കത്തിലും ദർശനം ഉണർന്നിരിക്കുമ്പോഴും ഉണ്ടാകുന്നു. ഈ ദൈവം തൻ്റെ ഭക്തന്മാർക്ക് ചരിത്രത്തിൽ ഇങ്ങനെ പ്രവർത്തിച്ചതിനെ കൂട്ടുള്ളൊരു രേഖയുണ്ട്, ഒരു റെഫറൻസ് ഉണ്ട്. സംഖ്യാപുസ്തകം 12:6 6. അത് തന്നെ, അതാ വാക്യം. അത് ഒരു ഒന്നും കൂടി പോയതാ എക്സ്ട്രാ. സാറേ, അങ്ങനെ തന്നെ. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനുണ്ടെങ്കിൽ യഹോവയായ ഞാൻ അവൻ ദർശനത്തിൽ എന്നെ വെളിപ്പെടുത്തുകയും സ്വപ്നത്തിൽ അവനോട് അരുളി ചെയ്യുകയും ചെയ്യും. അതാണ് മോശയ്ക്ക്. ആര് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്? ദൈവം. സ്വപ്നത്തിൽ അവനോട് പറയും, ദർശനത്തിൽ അവന് അരുളി ചെയ്യും. ഒന്നുകൂടെ വായിച്ചോ സാറേ, ഒന്നുകൂടെ വായിച്ചോ കേൾക്കട്ടെ. ദർശനത്തിൽ വെളിപ്പെടുത്തുകയും സ്വപ്നത്തിൽ. അപ്പൊ ദർശനം എന്താണ്? ദർശനം ഉണർന്നിരിക്കുമ്പോൾ ദൈവം വെളിപ്പെടുത്തുന്നതാണ്. സ്വപ്നമോ? ഉറക്കത്തിൽ. ഇനിയും ഇങ്ങനെ സ്വപ്നത്തിൽ ദൈവം വെളിപ്പെടുത്തിയ ചരിത്രം വല്ല ഓർമ്മയുണ്ടോ? സ്വപ്നത്തിൽ ദൈവം ചിലത് വെളിപ്പെടുത്തിയതിനെ കുറിച്ച് ഒരെണ്ണം. അതിനു മുമ്പ് വല്ലോ സ്വപ്നം? യാക്കോബ് ഏതാണ്ടൊക്കെ പൊങ്ങി വരുന്നുണ്ട്. ഇങ്ങനെ വരണം. ഇങ്ങനെ ഇതുകൊണ്ടായി, അല്ലെങ്കിൽ ഞാൻ ഇന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ടീച്ചിങ് എന്നൊക്കെ പറയുന്ന, അധ്യാപനം എന്ന് പറഞ്ഞാൽ ടു ലീഡ് ഔട്ട് എന്നാണ് അതിനർത്ഥം. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കെയർ, ലാറ്റിൻ പദമാണ്. അതിനർത്ഥം ടു ലീഡ് ഔട്ട്, പുറത്തേക്ക് വരിക. നമ്മിൽ അകത്തുള്ള സാറിനോടൊക്കെ ചോദിക്കും, അധ്യാപന പറഞ്ഞിട്ടുണ്ടല്ലോ, ടു ലീഡ് ഔട്ട്. നിങ്ങളുടെ അകത്തുള്ളത് പുറത്തോട്ട് വരിക. ഓരോന്ന് പുറത്തോട്ട് ഇങ്ങനെ പഠിക്കുന്നത്, പുറത്തേക്ക് വരിക. 28-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിൽ ലൂസിൽ വന്ന് ബഥേൽ കിടന്ന് ഉറങ്ങുവാണ്. ആരാ? യാക്കോബ്. അപ്പൊ സ്വപ്നത്തിൽ എന്താ കണ്ടു? സ്വർഗത്തോളം എത്തുന്നൊരു കോവേണി, അതിലൂടെ കയറി ഇറങ്ങുകയും ചെയ്യുന്ന കാഴ്ച കണ്ടു. അത് അക്ഷരാർത്ഥത്തിൽ അവൻ്റെ ജീവിതത്തിൽ ദൈവം നടത്തി കൊടുത്തു, ഇല്ലയോ? യെസ്, ബ്ലെസ്സിങ് ആയിരുന്നു. ത്രൂ ഔട്ട് ദിസ് ലൈഫ് ഇറ്റ് വാസ് ബ്ലെസ്സിങ്. പക്ഷേ അദ്ദേഹം ബ്ലെസ്സിങ് കിട്ടിക്കഴിഞ്ഞപ്പോൾ മറന്നുപോയി. ശേഖരം വന്ന് താമസിച്ചു, അതിന് തിക്തഫലമൊക്കെ ഉണ്ടായി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 35-ാം അധ്യായം അവിടെ നമ്മുടെ വേണാട്ടിൽ പ്രസംഗിച്ചപ്പോൾ അത് പരാമർശിച്ചതാണ്. ബഥേലിലേക്ക് മടങ്ങിപ്പോകാൻ ദൈവം പറയുന്നതിനെ കുറിച്ചൊക്കെ അന്ന് ഞാൻ പ്രസംഗത്തിൽ പരാമർശിച്ച. അതിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ജോസഫിന് ദൈവം സ്വപ്നത്തിൽ വെളിപ്പെടുത്തുന്നതിനെ കുറിച്ച് പറഞ്ഞു. ശരിയാ, അത് അക്ഷരികമായി നിറവേറിയോ? സഹോദരങ്ങൾ ചെന്ന് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. പിന്നെ ഫറവോന് ദൈവം സ്വപ്നത്തിൽ ഒരു കാര്യം കാണിച്ചു കൊടുത്തു. അതും ആക്ഷരികമായി നിറവേറ്റപ്പെടും. അതുതന്നെ ജോസഫിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. ഇനി ജോസഫ് ഒരിക്കൽ കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ അദ്ദേഹത്തിന് ദൈവം തമ്പുരാൻ ഒരു കാര്യം കാണിച്ചു കൊടുത്തു. അതിനർത്ഥം പറഞ്ഞു കൊടുത്തു. കൂടെ 2 പേരുണ്ടായിരുന്നല്ലോ, പാനപാത്രപാഹകർ പ്രമാണിയും അപ്പക്കാരർ പ്രമാണിയും. ഒരുത്തനെ തട്ടിക്കളഞ്ഞ് ഒരുത്തനെ റീഇൻസ്റ്റേറ്റ് ചെയ്തു. ആ സത്യം അറിഞ്ഞപ്പോഴാണ് ജോസഫിനെ വരുത്തുന്നത്.
ജോസഫ് അങ്ങോട്ട് ചെന്നു, നിനക്ക് സ്വപ്ന വ്യാഖ്യാനിക്കാൻ അർത്ഥമുണ്ടെന്നൊക്കെ ഞാനിങ്ങനെ കേട്ടല്ലോ, എൻ്റെ പ്രമാണി പറഞ്ഞല്ലോ, എന്താ അതിൻ്റെ അർത്ഥം? മുഖത്ത് നോക്കിക്കൊണ്ട് വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. അങ്ങോട്ട് പറഞ്ഞു കൊടുത്തപ്പോൾ ഫറവോ രാജാവ് ജോസഫിനെ കുറിച്ച് പറഞ്ഞൊരു സെൻറ്റൻസ് ഉണ്ട്. ആർക്കും അറിയാം? ഒരിക്കൽ ഞാനിവിടെ പറഞ്ഞു, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ? ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ. ഈ ജോസഫൊക്കെ നമ്മളെപ്പോലെ മനുഷ്യനാണെന്നേ, നമ്മളെപ്പോലുള്ള ആളുകളാണ്. നമ്മൾ ദൈവകൃപയുടെ വക്താക്കളാകാനുള്ള നമ്മുടെ വില്ലിങ്നെസ് ആണ് ദൈവം എടുത്ത് പ്രയോജനപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, ഗോഡ് നെവർ ലുക്സ് അവർ എബിലിറ്റി ബട്ട് അവർ അവൈലബിലിറ്റി. വില്ലിങ്നെസ്, അവർ സറണ്ടറിങ്, yielding ourselves to the Lord. He can use you mightily, abundantly he can use you. നമ്മളൊക്കെ ഒത്തിരി ബ്ലെസ്സിങ്സ് ഉള്ളവരാണെന്നേ, നമ്മളൊക്കെ ഒത്തിരി കഴിവുള്ളവരാണ്, ഒത്തിരി പൊട്ടൻഷ്യാലിറ്റീസ് നമുക്കുണ്ട്. അതെല്ലാം ഇങ്ങനെ ഈ മൂടിയിരിക്കുക, കറ പിടിച്ചിരിക്കുക, പാപത്തിന്റെ ഭയങ്കര ശക്തി കൊണ്ട് ബൈൻഡിങ്സ് ആണ്. അതിൽ നിന്നൊരു മോചനം നമുക്ക് കിട്ടുമ്പോൾ വി ആർ റിലീസ്ഡ്. ബന്ധനമുക്തരായി കഴിയുമ്പോൾ വി ആർ ഫ്രീ. ഈസിലി വി ക്യാൻ വർഷിപ്പ്. ഒരു സ്തോത്രം പറയുന്നതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. കുർബാന അനുഷ്ഠിക്കുമ്പോൾ ഒരു സ്തോത്രം പറഞ്ഞാൽ എന്നാ കുഴപ്പം? ആര് പറയും? പക്ഷെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കുർബാന പാത്രം താഴെ പോകുന്ന പോലെ അല്ലെലിയ പറയായിരുന്നാൽ മതി. മര്യാദയ്ക്കൊക്കെ പറഞ്ഞോണം, അതിനൊന്നും തെറ്റില്ല. സ്തോത്രം പറയണം, അച്ഛൻ സ്തോത്രത്തോടെ കഴിക്കാൻ പറഞ്ഞാൽ തരുന്നേ. വാങ്ങിക്കണം, അങ്ങനെ പറഞ്ഞ് വാങ്ങിക്കണം. നമ്മളോ മിക്കവാറും പേരങ്ങോട്ട് ഇനി ഇട്ടേ പോയേക്കാം, വരുമ്പം തന്നെ കൊടുത്ത് വിട്ടാൽ അത്രയും നല്ലതെന്ന് പറഞ്ഞിരിക്കുക നമ്മുടെ പുള്ളികൾ. അല്ല, വീട്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നറിയാമോ? ചിലർ ആ സമയമാകുമ്പോൾ ഇങ്ങോട്ട് കയറി വരും, എക്സ്പ്രസ് മാതിരി ഇങ്ങോട്ട് വന്ന് ഇടിച്ചിട്ട് വന്നിട്ട് ഒറ്റ പോക്കാം. ഇവൻ എവിടെ പോവാണോ? കൊണ്ടോടി മോട്ടോഴ്സ്. അച്ഛനും പ്രശ്നമില്ല, സെക്രട്ടറിക്കും പ്രശ്നമില്ല, വൈസ് പ്രസിഡന്റിനും പ്രശ്നമില്ല. വന്നു പോയി, കുഴപ്പങ്ങളില്ലല്ലോ, അവൻ കുഴപ്പമൊന്നും ഉണ്ടാക്കത്തില്ല. ഇപ്പോൾ ഇവരുടെ നോട്ടം കണ്ടോ? ഇനിയാണെങ്കിൽ നാളെ, അങ്ങനെയാണെങ്കിൽ നാളെ ഇനിയും ഇവിടെ അടുത്ത ആഴ്ച ഇനിയും വരണ്ട. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഇത് ഈ ബൈബിൾ സ്കൂൾ പഠിക്കുന്ന പോലൊരു പഠനമല്ല ഞാൻ എടുക്കുന്നത്. അന്നോ അല്ല, ഞാൻ ആരും ഡീറ്റെയിൽ ഒന്നും പഠിച്ചിട്ടില്ല. ഡീറ്റെയിൽ ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ട് നിങ്ങൾ പറയുക. ഓരോ സെൻറ്റൻസും പ്രാക്ടിക്കൽ ലൈഫുമായിട്ട് മിങ്കിൾ ചെയ്തിട്ട് ഡേ ടു ഡേ സ്പിരിച്വാലിറ്റിയുമായിട്ട് മിങ്കിൾ ചെയ്ത് അങ്ങനെ വേണം വചനം പഠിക്കേണ്ടി. അല്ലെ ഇതിന് വചനത്തിന് ശക്തിയൊന്നുമില്ല. പുതിയ നിയമത്തിൽ ദർശനം വല്ലതും ഉണ്ടായിട്ടുണ്ടോ? വെളിപ്പാട്ടിലോ? വേറെ എങ്ങും ഇല്ലയോ? നേരെ അങ്ങ് പോവാ. അതേ ഉള്ളോ? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നിങ്ങൾ പോയ പോക്ക് കണ്ടില്ല. അങ്ങ് എങ്ങനെയും വെളിപ്പാട് പറഞ്ഞങ്ങ് അവസാനിപ്പിച്ചോ. ലാസ്റ്റ് പറഞ്ഞ കുഴപ്പമില്ലല്ലോ എന്നാ വിചാരം. അപ്പോസ്തല പ്രവൃത്തി പോയി. ഈ തമ്പുരാനെ ലോകത്ത് ജനിച്ചല്ലോ, ആ ജനിച്ച സമയത്തൊക്കെ ഉണ്ടായല്ലോ. പക്ഷെ അന്ന് സ്വപ്നത്തിൽ വെളിപ്പാടില്ലായിരുന്നെങ്കിൽ നമ്മുടെ കർത്താവിനെ ക്രൂശിക്കാൻ കിട്ടുമായിരുന്നോ? ജോസഫിനോട് പറഞ്ഞു, നീ ഇന്നത് ചെയ്യണം. വിദ്വാൻമാരോട് പറഞ്ഞു, നിങ്ങൾ വന്ന വഴി പോകണ്ട, വേറെ വഴി പൊക്കോളാം. ഇതെല്ലാം ദൈവത്തിൻ്റെ അരുളപ്പാടല്ലയോ? ദൈവത്തിൻ്റെ വെളിപ്പാടല്ലേ? സ്വപ്നത്തിൽ പറയുകയാണ് അങ്ങനെ ചെയ്തോളാം. എന്നിട്ട് ഒരിക്കൽ സ്വപ്നത്തിൽ പറഞ്ഞു, നിനക്ക് ശത്രുത ഉണ്ടായിരുന്ന രാജാവ് നീങ്ങിപ്പോയി, ഇനി നീ പുറപ്പെട്ട് കുഞ്ഞിനെ കൊണ്ട് അങ്ങോട്ട് പൊക്കോ. ഇതെല്ലാം ചരിത്രത്തിലുള്ള കാര്യമാണ്. ഇതെല്ലാം ദൈവം സ്വപ്നത്തിൽ വെളിപ്പെടും. എന്നോട് ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ട്, ദൈവം തമ്പുരാൻ എന്നോട് ചില നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അച്ചട്ടായിട്ട് നടന്നിട്ടുമുണ്ട്. രാവിലെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ചിലപ്പോൾ എൻ്റെ മുൻപിലോട്ട് ഇങ്ങനെ ചില രൂപം ഞാൻ കാണിക്കും. രാവിലെ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ ചോദിക്കും, എങ്ങോട്ടാ? അന്നേരം പറയത്തുള്ളൂ, ഞാൻ ഇന്നടത്തോട്ട് പോകും. അതിന് ഉണ്ട്, ചിലത് അത്രയും അറിഞ്ഞാൽ മതി. അങ്ങനെ എനിക്ക് തോന്നിയ സ്ഥലത്ത് പോയി ആത്മഹത്യയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ആളുകളുണ്ട്, രക്ഷപ്പെട്ട ആളുകളുണ്ട്. ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് കൊടുത്ത് മരിക്കാൻ ആഗ്രഹിച്ചതായിരിക്കുന്ന ഒരു കുടുംബത്തെ, ഒരു കുട്ടിയെയും 2 കുഞ്ഞുങ്ങളെയും ദൈവം കാണിച്ചു തരിക.
നിറതോക്ക് തലയണക്കീഴെ വെച്ചുകൊണ്ടാ ഒരാൾ കിടന്നത്. രാവിലെ നേരം വെളുത്ത് കഴിയുമ്പോൾ എത്ര മണി ടൈം വരെ വെച്ചു, എൻ്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കും. അതിന് ഒത്തിരി റീസൺസ് ഉണ്ട്, അത് ഞാൻ പറയുന്നില്ല. നേരം വെളുത്ത് കഥകൾ മുട്ടുമ്പോഴാണ് അവൻ കഥ തുറന്ന്, എന്താ വെച്ചാ രാവിലെ വന്ന്, ഓ രാവിലെ ആയിരുന്നപ്പം എനിക്ക് തോന്നി ഇങ്ങോട്ടൊന്ന് വരണമെന്ന്. നവാ കയറി ഇരുന്നു, വലിയ സമ്പന്നൻ. കയറി ഇരുന്നു, ഒത്തിരി നേരം പ്രാർത്ഥിച്ചു. ഞാനത് കഴിഞ്ഞപ്പം എന്നോട് ചോദിച്ചുട്ടാ എന്ത് അവളവിടെ പോയി, പേരൊന്നും ഞാൻ പറയുന്നില്ല. അവനങ്ങ് പൊട്ടിക്കരഞ്ഞു. അപ്പോൾ അറിയാമല്ലോ എന്താണെന്ന് കാരണം. തകർന്നിരിക്കുക. എന്തിനാച്ചാ ജീവിക്കുന്നത്, മുന്നോട്ട് ജീവിക്കാനായിട്ട്. അപ്പം കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവനൊരു തണുത്ത് കഴിഞ്ഞപ്പോൾ തലേണ ഇങ്ങനെ അങ്ങോട്ട് പൊക്കിച്ച്, ഇത്രയേ ഉള്ളൊരു സാധനം, ഇത്രയേ ഉള്ളൂ, ലക്ഷങ്ങൾ വിലയുള്ള സാധനം, അത്രയേ ഉള്ളൂ, തോക്കാം. വേണ്ടച്ചാൽ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചു. അതറിഞ്ഞ് തരാൻ പറഞ്ഞു. എനിക്ക് ഉപയോഗിക്കുന്ന ആദ്യമായിട്ട് നല്ല വെയിറ്റാണ്. അത് തന്നു, പുറത്തോട്ട് മാറ്റി വെച്ചു. എൻ്റെ കരങ്ങൾക്ക് പിടിച്ചു. സ്വർഗത്തിൽ ദൈവം ഇടപെട്ടു. കണ്ണുനീരോടെ പാപമേറ്റു പറഞ്ഞ് അവൻ്റെ ജീവിതത്തെ കർത്താവിൻ്റെ കരങ്ങൾ സമ്പൂർണ്ണമായി സമർപ്പിച്ചു. സഹോദരങ്ങളെ, ചിലപ്പോൾ ദൈവം ഇടപെടും, ചിലപ്പം ദൈവം സംസാരിക്കും. സംസാരിക്കുന്നതനുസരിച്ചാൽ അതിപ്പോൾ എന്തായാലും വേണ്ടില്ല. നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആകാം. വെദർ ഇറ്റ് ഈസ് നെഗറ്റീവ് ഓർ പോസിറ്റീവ്, you have to obey to the Lord what He asks you to do. What He asks you to do, just do it, just obey it. You proceed on. He will be with you. കൂടെ ഉണ്ടായിരിക്കും. Throughout the journey He will be with you, no doubt. എന്ത് സംഭവിക്കാൻ പോകുന്നുള്ളതിനെ കുറിച്ച് നിനക്ക് റിവീൽ ചെയ്യത്തില്ല. അത് പിന്നെ നിനക്ക് ദൈവം വെളിപ്പെടുത്തി തരും. കാലം തെളിയിച്ചു തരും, സമയം തെളിയിച്ചു തരും. ദൈവത്തിന് സ്തോത്രം. ദാനിയേലും കൂട്ടരും ഇങ്ങനെ പാട്ടും പാടി, പ്രത്യാശയോടീത പാട്ട് അന്നില്ലല്ലോ, അതിന് തുല്യമായ പാട്ടുമൊക്കെ പാടി അവർ രാവിലെ എഴുന്നേറ്റ് ഇരിക്കുക. പക്ഷേ വിറപ്പിക്കുന്ന രാജാവ് ഇപ്പം വിറച്ചുകൊണ്ടിരിക്കുക. വിറയിൽ മാറ്റാൻ പറ്റുന്ന ആളുകളെ വിളിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പം നമ്മൾ വായിച്ചത്. ഇനിയും വായിച്ചിടത്തോട്ട് വരാം. എന്നിട്ട് അവരെ മന്ത്രവാദികളെയും ആഭിചാരകന്മാരെയും ശുദ്രക്കാരെയും കൽദരെയും വിളിപ്പാൻ രാജാവ് കൽപ്പിച്ചു. അവർ വന്ന് രാജസന്നിധിയിൽ നിന്ന് രാജാവ് അവരോട്, ഞാനൊരു സ്വപ്നം കണ്ടു, സ്വപ്നം ഓർക്കാഞ്ഞിട്ട് എൻ്റെ മനസ്സ് വ്യാകുലപ്പെട്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. അപ്പം ഞാൻ സ്വപ്നം കണ്ടു, സ്വപ്നം അങ്ങ് മറന്നുപോയി, എന്നിട്ട് അത് ഓർക്കാത്തത് കൊണ്ട് എൻ്റെ മനസ്സ് വ്യാകുലപ്പെട്ടിരിക്കുന്നു. അപ്പോൾ രാജാവിൻ്റെ മനസ്സ് വ്യാകുലപ്പെട്ടിരിക്കുകയാണ്. അതിന് കൽദേർ ആരാമ്യ ഭാഷയിൽ രാജാവിനോട്, രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ, സ്വപ്നം അടിയങ്ങളോട് കൽപ്പിച്ചാലും അർത്ഥം ബോധിപ്പിക്കാമെന്ന് ബോധിപ്പിച്ചു. രാജാവ് കൽദേർ ഉത്തരം പറഞ്ഞത്, വിധി കൽപ്പിച്ചു പോയി. സ്വപ്നവും അർത്ഥവും അറിയിക്കാൻ ഞാൻ നിങ്ങളെ കഷണം കഷണമായി ശകലിക്കുകയും വീടുകളെ കുപ്പക്കുന്നാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. ഈ ശൂദ്രക്കാർ, ആഭിചാരകന്മാർ, മന്ത്രവാദികൾ, കൽദേർ എന്ന് പറയുന്നത് വിദ്വാൻമാരാണ്. അതായത് അവർ ഹൈലി ഇൻ്റലക്ച്വൽസാണ്. അപ്പോൾ ക്ഷുദ്രപ്രയോഗം ചെയ്യുന്നവർ, അതായത് മരിച്ചവരുടെ ആത്മാക്കളെ വരുത്തി കാര്യങ്ങൾ പറയുന്ന ആളുകൾ, പിന്നെ ദുർമന്ത്രവാദികൾ, നക്ഷത്രങ്ങൾ നോക്കി പറയുന്ന അസ്ട്രോളജേഴ്സ്, ഇതെല്ലാം രാജാവിൻ്റെ പാലസിനകത്തുണ്ട്. ഇവരെല്ലാം നോക്കി, അതായത് ഈ ഭൗതിക വിജ്ഞാനത്തിൻ്റെ ശാഖകളെല്ലാം എവിടെയുണ്ട്? അരമനയ്ക്കകത്തുണ്ട്. ഭൗതിക വിജ്ഞാനത്തിൻ്റെ ശാഖകളെല്ലാം ലഭ്യമായ ചുറ്റുപാടിൽ താൻ വിശ്രമിക്കുമ്പോൾ ഭൗതികമായ വിജ്ഞാനങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രതിസന്ധി മനുഷ്യ ആയുസ്സിൽ ഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് എക്കാലത്തുമുള്ള ദൈവജനത്തെ ഓർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഭാഗം. മനുഷ്യർ വികസിപ്പിച്ചെടുത്ത ഒരു ശാസ്ത്രത്തിനും പരിഹരിക്കാൻ പറ്റാത്തതായ പ്രതിസന്ധികൾ അജ്ഞാതമായ ഭാവിയിൽ എനിക്കും നിങ്ങൾക്കും ഭവിക്കാൻ സാധ്യതയുണ്ട്. രാജാവിൻ്റെ അടുത്ത് ആരൊക്കെയുണ്ട്? ആഭിചാരകന്മാരുണ്ട്, മന്ത്രവാദികളുണ്ട്, ശൂദ്രക്കാരുണ്ട്. എല്ലാ ഹൈലി ഇന്റലക്ച്വൽ പീപ്പിൾസ് ആർ ദയർ. ഓൾ വിസ്ഡംസ് ആർ ദയർ. പ്രശ്ന പരിഹാരത്തിന് മാനുഷികമായി
സയന്റിഫിക്കലി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഈച്ച് ആൻഡ് എവറി ടെക്നോളജിക്കൽ പോർഷൻസ് ആർ ദയർ. അവൈലബിലിറ്റി ഉണ്ട് അവിടെ. അതിൻ്റെ നടുവിൽ നിൽക്കുമ്പോഴും ഇവയ്ക്കൊന്നിനും സാധിക്കാത്ത തരത്തിൽ, ഇവയ്ക്കൊന്നിനും പരിഹരിക്കാനാവാത്ത പ്രതിസന്ധി ശക്തനായിരിക്കുന്ന രാജാവിന്, സഹോദരങ്ങളെ, എത്ര കരുത്തുണ്ടെങ്കിലും എത്ര ശക്തി ഉണ്ടെങ്കിലും നാം ആർജിച്ചത് എത്രമാത്രം കരുത്തുള്ളതാണെങ്കിലും ശ്രേഷ്ഠമാണെങ്കിലും അവയ്ക്കൊന്നിനും പരിഹരിക്കാൻ പറ്റാത്ത നിർണായക പ്രതിസന്ധി അജ്ഞാതമായ ഭാവിയിൽ ഈ കൊച്ചു ജീവിതത്തിൽ വന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള പരമാർത്ഥം ആരും മറക്കരുത്. നേടിയതെല്ലാം മിഥ്യയാണെന്നും അർത്ഥമില്ലാത്തതാണെന്നും നമുക്ക് തോന്നുന്ന സന്ദർഭമുണ്ട്. പരിഹരിക്കാൻ പറ്റുമോ? ആർജിച്ചതിന് പരിഹരിക്കാൻ പറ്റുമോ? നമ്മുടെ വിചാരം ഏതാണ്ടൊക്കെ നമുക്കുണ്ട്, അതുകൊണ്ട് എല്ലാം സഫിഷ്യൻ്റാണ്, എനിക്ക് ജീവിക്കാനുള്ള ചുറ്റുപാടുണ്ട്, അപ്പോൾ പിന്നെ പാട്ട് തന്നെ വരും. എന്താ പാട്ട്? ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ഇതിപ്പോൾ എങ്ങനെയാണെന്നറിയാമോ? ഇങ്ങനെ അങ്ങനത്തെ തന്നെ പാടുന്നത്. ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല. കുർബാനയും കൊണ്ടുവച്ച് വന്നാ അച്ഛോ സമാധാനത്തോടെ പോകുമെന്ന് പറഞ്ഞപ്പോൾ കുരിശും പരിചയിച്ച് ഓ അച്ഛ ഓ എന്നും പറഞ്ഞോട്ട് പോയതാ. പക്ഷേ ഇതിപ്പോൾ എങ്ങനെ എല്ലാം ഉണ്ട്. എത്രയോ ജീവിതങ്ങളാണ് പാലസിനകത്താണ്. നിങ്ങൾ അധികം ആളുകൾ ഇടപെടുന്നത് ഞങ്ങൾക്കറിയാം. ഭയങ്കരമാണ് കേട്ടോ. സംഘർഷങ്ങളുടെ നടുവിൽ ആത്മഹത്യയിലെ 1-ാം സ്ഥാനമാണ് പത്തനംതിട്ട ജില്ലയ്ക്ക്. അറിയാമോ? ഒരു പഠനമുണ്ടത്. ഞാനത് വായിച്ചിട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ കയ്യിൽ ആ പുസ്തകം ഉണ്ടെന്ന് തോന്നുന്നു. ആത്മഹത്യ സാക്ഷരതയ്ക്ക് മുമ്പിൽ നിൽക്കുന്ന നമ്മുടെ പത്തനംതിട്ട ജില്ലയിലാണ് മനുഷ്യന്റെ ശരീരം വെട്ടിനുറുക്കിയത്. ആഭിചാര പ്രക്രിയയ്ക്ക് വേണ്ടി മനുഷ്യനെ നിർദാക്ഷിണ്യം വധിച്ച് വെട്ടിനുറുക്കുന്നത്, മനുഷ്യ മാംസം കഴിക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് ഈ സാക്ഷര ജില്ലയിൽ നടക്കുന്നത്. മാരാമൺ കൺവെൻഷനും കുമ്പനാട് കൺവെൻഷനും ഇവാഞ്ചലിക്ക കൺവെൻഷനും എല്ലാം നടക്കുന്ന പത്തനംതിട്ട ജില്ല. പെന്തിക്കോസ്തുകാരുടെ കൺവെൻഷനുകൾ, ബഹളം, ഇതെല്ലാം നടക്കുന്ന പത്തനംതിട്ട. ആത്മഹത്യയിൽ 1-ാം സ്ഥാനത്ത്, മറ്റ് ദോഷവശങ്ങൾക്ക് 1-ാം സ്ഥാനത്ത്. നമ്മൾ ചിന്തിക്കണം, മനുഷ്യന് എന്തെല്ലാം അജ്ഞാനമുണ്ടായാലും മനുഷ്യൻ്റെ സ്വസ്ഥത എന്ന് പറയുന്നത് മറ്റൊന്നാണ്. അത് നഷ്ടപ്പെടാൻ അങ്ങനെ നഷ്ടപ്പെട്ട മനുഷ്യൻ പ്രതിസന്ധിയിലായിരിക്കുന്ന മനുഷ്യൻ, ആ പ്രതിസന്ധിയിലായിരിക്കുന്ന മനുഷ്യൻ ഇടം തേടുകയാണ്. എങ്ങനെയാണ് എൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നത്? ഈ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ, ഈ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമായി നമ്മളെ ഓർപ്പിക്കുന്ന പ്രധാനപ്പെട്ട 2 ചിന്തകൾ. ഒന്ന്, ഈ മനുഷ്യൻ്റെ ഹ്യൂമൻ ഇമ്പോർട്ടൻസ്, മനുഷ്യൻ്റെ അസാധ്യത, ഗോഡ്സ് പൊട്ടൻസ്. അവർ ഗോഡ് ഈസ് ഓംനിപൊട്ടന്റ് എന്ന് പറയും, അതായത് സർവശക്തനാണ്. ഹി ഈസ് എൻ ഓംനിപൊട്ടന്റ് ഗോഡ്. മനുഷ്യൻ്റെ ഇമ്പോർട്ടൻസ്, മനുഷ്യന് അസാധ്യം, മനുഷ്യർക്ക് അസാധ്യം. ഇന്നും ശാസ്ത്രത്തിന് അസാധ്യമായി ഗോചരമായ പലതുണ്ട്. ഇപ്പം നിങ്ങൾ എന്നെക്കാട്ടി വിദ്യാഭ്യാസമുള്ളവരാണല്ലോ. ന്യൂട്രോൺ, പ്രോട്ടോൺ, ഇലക്ട്രോൺ ഇതെല്ലാം പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് ഇലക്ട്രോണിനെ കുറിച്ച് പഠിച്ച് ഗവേഷണം നടത്തി PhD വരെ കിട്ടിയവരുണ്ട്. പക്ഷേ സാറേ, ഇലക്ട്രോൺ കണ്ടിട്ടുണ്ട്. ഹൈപ്പോത്തീസിസ് എടുത്തിട്ട് അതിനെ സാധൂകരിക്കുന്ന ചില ഇക്വേഷൻസ് ഒക്കെ ഫോം ചെയ്തിട്ട് കുറേ വാചാകസത്വമൊക്കെ നടത്തി അങ്ങോട്ട് എഴുതി കഴിയുമ്പോൾ ഒക്കെ PhD. ഇപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമുക്കറിയാം, ഐസക് ന്യൂട്ടൺ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് തിയററ്റിക്കലി യു ക്യാൻ പ്രൂവ് ഇറ്റ്. ആപ്പിൾ താഴോട്ട് വരുന്നു എന്നൊക്കെ സാർ എന്നെക്കാട്ടിൽ ഭംഗിയായിട്ട് ലെക്ചർ ചെയ്യുവാന്ന് നിന്നാൽ. എന്നാൽ ഹാവ് യു സീൻ ഗ്രാവിറ്റോൺ? വാട്ട് ഈസ് ഗ്രാവിറ്റോൺ? വേർ ഈസ് ഗ്രാവിറ്റോൺ? കണ്ടിട്ടില്ല. അതിപ്പോഴും ശാസ്ത്രത്തിന് മനുഷ്യദൃഷ്ടിക്ക് അതീതമാണ്. അതുകൊണ്ട് ഗ്രാവിറ്റോൺ ഇല്ലേ?
ഇറ്റ് ഈസ് ദെയർ. വി കനോട്ട് ട്രേസ് ഇറ്റ്, ബട്ട് ഇറ്റ് ഈസ് ദെയർ. ഇതാണ് ശാസ്ത്രവും ഈ മനുഷ്യൻ്റെ ഹ്യൂമൻ ഇൻ്റലക്റ്റും ഒക്കെ ആയിട്ട് ഇനിയും ഡെവലപ്മെൻ്റ് ഇരിക്കുന്ന, ഇനി റിവീൽ ചെയ്യാനിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് ശാസ്ത്രത്തിന് തന്നെ. ഇതാ സ്വർഗത്തിലെ ദൈവം ചില കാര്യങ്ങൾ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇനി എൻ്റെ മുൻപിൽ 10 മിനിറ്റ്. ആ 10 മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കാം. മനുഷ്യൻ്റെ അറിവുകൾക്ക് പരിമിതികളുണ്ട്, ശാസ്ത്രത്തിനും പരിമിതികളുണ്ട്. എന്നാൽ 3 കാലങ്ങളെ ഒരേ സമയത്ത് അറിയുന്ന ഒറ്റ ഒരുത്തൻ മാത്രമേ ഉള്ളൂ. ആ ആളിനെ ദൈവത്തെ ദാനിയേലിന് അറിയാമായിരുന്നു. അതുകൊണ്ട് ദാനിയേൽ ഇവിടെ ഈ പ്രതിസന്ധിയുടെ നടുവിൽ പതറാതെ കുതറാതെ കണ്ട് രാജാവിൻ്റെ അരമനയിൽ നിൽക്കാൻ ദൈവം പ്രാപ്തി നൽകി അനുഗ്രഹിച്ചു. ദൈവത്തിന് സ്തോത്രം. ഭൂരിപക്ഷമുള്ള ജനങ്ങൾ പ്രതിസന്ധിയിലാണ്. രാജാവിൻ്റെ കൽപ്പന പുറപ്പെടുവിച്ചു. എന്താ കൽപ്പന പുറപ്പെടുവിച്ച്? നിങ്ങൾക്ക് സ്വപ്നവും അർത്ഥവും അറിയിക്കാൻ പറ്റിയില്ലെങ്കിൽ രാജാവിൻ്റെ കൽപ്പന എന്നാ? ഇമ്മീഡിയറ്റാണ്. രാജാവിൻ്റെ കൽപ്പന എന്നാ? നിങ്ങളെ കഷണം കഷണമായി നുറുക്കുകയും നിങ്ങളുടെ വീട് കുപ്പക്കുന്നായി ഇടിച്ച് ബുൾഡോസറിൽ ഇടിച്ച് നിരത്തുകയും ചെയ്യും. വല്ലതും ചെയ്യാൻ പറ്റുമോ ആർക്കെങ്കിലും? പറ്റുകയില്ല. അപ്പോൾ ഇമ്പോസിബിലിറ്റിയുടെ നടുവിലാണ് ജനങ്ങളെല്ലാം നിൽക്കുന്നത്. ഇവരുടെയൊക്കെ വീടുകളിൽ ഒന്നോർത്ത് നിലവിളിയും ആകുലതയും മരണഭീതിയും. ഓർത്ത് നോക്കിക്കേ, ഞങ്ങളുടെ വീട് കുപ്പക്കുന്നാക്കാൻ പോവാ, ഞങ്ങളെ എല്ലാം കൊല്ലാൻ പോവാ. എന്തായിരിക്കും അവിടുത്തെ സ്ഥിതി? രാജാവിൻ്റെ അരമനയിൽ രാജാവിൻ്റെ ഭക്ഷണം, രാജാവിൻ്റെ ചെലവിൽ, രാജാവിൻ്റെ വാസസ്ഥലത്ത് പാർക്കുന്നവരോട് രാജാവ് പറയുകയാണ്, പിന്നെ ഈ രാജാവിനോട് കൂടെ വസിക്കുന്ന തൻ്റെ മക്കളെ ഒരിക്കൽ പോലും രാജാവായ ദൈവം, എൻ്റെ രാജാവായ ദൈവം ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. കാരണം അവൻ ദീർഘക്ഷമയുള്ളവനാണ്, ദയയുള്ളവനാണ്, കരുണയുള്ളവനാണ്, ക്ഷമയുള്ളവനാണ്. അതുകൊണ്ട് ശിക്ഷിക്കത്തില്ലെന്ന് വിചാരിക്കരുത്. എബ്രായലേഖനം പറയും, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. നമ്മുടെ ദൈവം സ്നേഹസമ്പന്നനും സ്നേഹത്തിൻ്റെ മകുടവുമാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ദൈവത്തിന് സ്തോത്രം. ഭൂരിപക്ഷം ഇമ്പോസിബിൾ ആണെന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ദാനിയേൽ വിവരം അന്വേഷിച്ചു. ഇതെന്താ രാജസ്ഥാനിൽ ഇത്ര കഠിനമായ കൽപ്പന പുറപ്പെടുവിക്കാനുള്ള കാരണം? ഇവിടെ ഒരു ദൂതുണ്ടോ? വേദപുസ്തകത്തിൻ്റെ മുഴുവൻ കോൺസെപ്റ്റ് പറഞ്ഞാൽ ദാനിയേലിനെയും കൂട്ടരെയും വിളിച്ചിട്ടില്ല. എന്തായിരിക്കാം വിളിക്കാത്ത? ബാലനായിരുന്നു. ട്രെയിനിങ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവിടെ ഈ നെബൂഖദ്നേസറിന്റെ പാലസിൽ ഇവരെ ട്രെയിൻ ചെയ്ത മാന്യന്മാരാ നിൽക്കുന്നേ, ഗുരുക്കന്മാരാ അവിടെ നിൽക്കുന്നേ. രാജാവ് ഇപ്പോൾ കൊണ്ടുവന്ന് 3 വർഷത്തെ ട്രെയിനിങ് കഴിഞ്ഞ് നിർത്തിയതേ ഉള്ളൂ. 19 വയസ്സേ ഉള്ളൂ പിള്ളേർക്ക്. അവിടെ 10, 40, 50 വയസ്സ് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഈ ആഭിചാരവും മന്ത്രവിദ്യയും എല്ലാം കൊണ്ട് ഊതി വീഴ്ത്തുന്നതും അങ്ങനെ ഒത്തിരി പരിപാടികളുണ്ട്. ആ പരിപാടികളൊക്കെ അവിടെ ഉണ്ട്. എവിടെ? രാജാവിൻ്റെ അരമനയിലുണ്ട്. ഈ പാവം പിടിച്ച പിള്ളേർ ഇന്നലെ വന്നവരാണ്. ട്രെയിനിങ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. സ്കിൽസ് ഒന്നും വലുതായിട്ടില്ല. അതുകൊണ്ട് ദാനിയേലിനെ വിളിച്ചില്ല. പക്ഷെ ദാനിയേലിൻ്റെ പേഴ്സണാലിറ്റി ഭയങ്കരമാണ്. ദാനിയേലിൻ്റെ പേഴ്സണാലിറ്റി അരിയോക്കിനോട് ചോദിച്ചു, അല്ല ഇന്ന ഇത്ര പ്രശ്നം, നിങ്ങളെല്ലാം കണ്ട് എന്നെ വല്ലാതെ ഇരിക്കുന്നത്, ഗ്ലൂമിയായിട്ടിരിക്കുന്നത്, എന്താ പ്രശ്നം? വാട്ട്സ് ദ പ്രോബ്ലം? വാട്ട്സ് ഇറ്റ്? ടെൽ മീ, വാട്ട്സ് ഇറ്റ്? അരിയോക്ക് പറഞ്ഞു, എടോ സംഗതി ആ കുഴപ്പം, തന്നെയും തട്ടിക്കളയാൻ തീരുമാനിച്ചിരിക്കുക, നിന്നെയും കൊന്നൊടുക്കാൻ തീരുമാനിച്ചേക്കുക. എന്താണ് പ്രശ്നം? അപ്പോൾ പ്രശ്നം അരിയോക്ക് ദാനിയേലിനോട് പറഞ്ഞു. ഉടനെ രാജാവ് ക്രുദ്ധിച്ചിരിക്കുന്നു, ആകുലപ്പെട്ടിരിക്കുന്നു, കൊലവിളി നടത്തിച്ചിരിക്കുക, നിന്നെയെല്ലാം ഞാൻ കൊന്നുകളി എന്ന്. അപ്പോൾ രാജാവിൻ്റെ മാനസികതയെ അറിയാമല്ലോ. ഓർത്ത് നോക്കി, ഒറ്റ ഒരെണ്ണത്തിന് മുന്നിൽ ചെല്ലാൻ പറ്റത്തില്ല. ഇൻ്റലക്ച്വൽസ് എല്ലാം അവിടെ ഉണ്ട്, അവനെല്ലാം പുറത്താക്കി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എങ്ങാണ്ടൊന്ന് കൊണ്ടുവന്ന 3 വർഷം മാത്രം പരിചയമുള്ള ശാഖപദാർത്ഥവും പച്ചവെള്ളവും കുടിച്ചുകൊണ്ട് നടന്ന ഈ 3 പിള്ളേർ
4 പിള്ളേർ. അവരിൽ ഒരുത്തന് രാജാവിൻ്റെ അടുക്കൽ ചെന്ന് രാജാവിനോട് തനിക്ക് സമയം തരണമെന്ന് പറയത്തക്കവണ്ണമുള്ള കോൺഫിഡൻസ് ആർക്കുണ്ടായിരുന്നു? ദാനിയേലിനുണ്ടായിരുന്നു. ഈ നമ്മളിത് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒട്ടും മനസ്സിലാകത്തില്ല. ക്രുദ്ധനായിരിക്കുന്ന, ലോകത്തെ വിറപ്പിക്കുന്ന ക്രുദ്ധനായിരിക്കുന്ന കരുത്തനായിരിക്കുന്ന രാജാവ് കൊലവിളി നടത്തിയിട്ടിരിക്കുക, നിന്നെയെല്ലാം ഞാൻ തട്ടിക്കളയെന്ന് പറഞ്ഞിരിക്കുക. ക്രുദ്ധനായിരിക്കുന്ന രാജാവ്, കോപിഷ്ഠനായ രാജാവ്. ആ കോപിഷ്ഠനായിരിക്കുന്ന രാജാവിൻ്റെ മുൻപിൽ ആർക്കും ചെല്ലാൻ പറ്റത്തില്ല. പക്ഷേ സ്തോത്രം, ഈ ക്രുദ്ധനായ രാജാവിനെ പോലും അഭിമുഖീകരിക്കാൻ തക്കവണ്ണം ഒരു ദൈവ പൈതലിന്മേൽ വ്യാപരിക്കുന്ന ദൈവകൃപയുടെ വ്യാപാരം, ദൈവകൃപയുടെ ശക്തി, അത് വളരെ വലുതാണ്. ഇതിനു മുമ്പ് ഞാനൊരു സദൃശവാക്യത്തിലൊരു വാക്യം പറഞ്ഞായിരുന്നു. എത്ര പേർക്ക് ഓർമ്മയുണ്ട്? ഇതുമായിട്ട് ക്ലബ് ചെയ്ത് സദൃശവാക്യങ്ങൾ 16-ാം അധ്യായം 7-ാം വാക്യം. എന്തുവാ? നിർത്താൻ സമയമായി വേദവസ്തു അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചോദ്യവും കൊണ്ട് വരുന്നത്. 16-7 വായിക്കേണ്ട സഹോദരി ആരെങ്കിലും? ഒരുത്തൻ്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദമായാൽ അവനവൻ്റെ ശത്രുക്കളെയും അവനോട്. ക്രുദ്ധനായിരിക്കുന്ന രാജാവ്, ശക്തനായ രാജാവ്, തകർത്ത് കളയാൻ കഴിപ്പില്ല രാജാവ്, ആകുലപ്പെട്ട് ക്രുദ്ധിച്ച് ഭീപത്സ രൂപത്തിലിരിക്കുകയാണ്. പക്ഷെ അവൻ്റെ മുൻപിൽ നിൽക്കാൻ ദാനിയേലിനെ പ്രാപ്തനാക്കിയത് ദൈവകൃപയാണ്. സ്തോത്രം. അവനെ പ്രാപ്തനാക്കിയത് അവന്മേലുള്ള അഭിഷേകമാണ്. ദൈവത്തിന് സ്തോത്രം. അവനെ പ്രാപ്തനാക്കിയത് ദൈവത്തെക്കുറിച്ചുള്ള ദർശനമാണ്. ദാനിയേലിനെ ഈ നിർണായക നിമിഷങ്ങളിൽ നിർത്താൻ ദാനിയേലിൽ വ്യാപരിച്ചതായ കാര്യങ്ങൾ എന്തൊക്കെയാവാം? അപ്പം ഇത്ര നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി 1-2 പോയിന്റ് നിങ്ങൾ പറയണം. ഒന്ന്, ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം. 2, സ്വർഗീയ അഭിഷേകം. പിന്നെ 2, ഞാൻ ഈ ദാനിയേലിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ദാനിയേലിൻ്റെ ധൈര്യം, കറേജ്. വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പൈതലുണ്ട്. അത് 2ാമത്തെ ക്വാളിറ്റിയായിരുന്നു. അവർ അപ്പോസ്തലന്മാരുടെ ധൈര്യം കാണുകയാലും എന്ന് പ്രവൃത്തികളുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ധൈര്യം ആരുടെ അടുക്കലോട്ടാണ് പോകുന്നത്? ലോകത്തെ തകർക്കാൻ കഴിയുന്ന ശക്തിയുള്ള ക്രുദ്ധനായ രാജാവിൻ്റെ മുൻപിൽ എന്നാൽ ചിലപ്പോൾ തട്ടിക്കളയും. പക്ഷേ ധൈര്യം കണ്ടോ, ഇവൻ്റെ അകത്തോട്ട് ചെന്നു. പിന്നെ 3, ശുഭാപ്തി വിശ്വാസം. വിശ്വാസം, ധൈര്യം, കോൺഫിഡൻസ്, ശുഭാപ്തി വിശ്വാസം. നമുക്ക് നമ്മിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടാകും. നമുക്ക് നമ്മിൽ തന്നെയുള്ള വിശ്വാസം. അത് നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗമാണ്. പേഴ്സണൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ചും പേഴ്സണാലിറ്റിയെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. ഒരു പ്രധാന പോയിന്റാണ് സെൽഫ് കോൺഫിഡൻസ്. എനിക്ക് എന്നിൽ തന്നെ ഒരു ആത്മവിശ്വാസം. അങ്ങോട്ട് എന്നുവെച്ച് രാജാവിനോട് പറയുവാണ്, രാജാവേ എനിക്ക് സമയം തരണം. മറ്റവർ സമയം ചോദിച്ചതാ. ആര്? ആഭിചാരകന്മാരും സമയം ചോദിച്ചാൽ പറഞ്ഞു, എൻ്റെ മുമ്പിൽ കളി പറയാൻ നിങ്ങൾ ഒത്തിരിക്കുക, പൊക്കോളം പറഞ്ഞു. പക്ഷേ കണ്ടോ, ഈ ക്രുദ്ധനായ രാജാവിൻ്റെ മനസ്സിനെ മാറ്റുവാൻ ദാനിയേലിൽ വ്യാപരിച്ചൊരു ദൈവകൃപയുണ്ട്. ദാനിയേലല്ല പറയുന്നത്, ദാനിയേലിനെ കൊണ്ട് ദൈവം പറയിപ്പിക്കുന്നതാണ്. സ്തോത്രം. ഇതാണ് ദൈവിക ശുശ്രൂഷ. സ്തോത്രം. ഇനിയും ഒരു പോയിന്റ് കൂടെ, ഒരു പോയിന്റ് കൂടെ. വിളിച്ചിട്ടില്ല. വിളിക്കാത്തിടത്തും ചില സന്ദർഭത്തിൽ ദൈവ നിയോഗപ്രകാരം, ചുമ്മാതെ ആവശ്യമില്ലാത്ത കയറി പോരുത്. അപ്പോൾ വിളിക്കാത്തിടത്ത്, ഒരവകാശമില്ലാത്തിടത്ത്
ദൈവാത്മ നിയോഗമുണ്ടെങ്കിൽ കയറിച്ചെല്ലാം അത് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് അനുഗ്രഹമാണ്. ചുമ്മാതെ ആവശ്യമില്ലാതെ കയറി ചെന്നാൽ വഴക്കുണ്ടാകത്തേ ഉള്ളൂ. പക്ഷെ ദൈവാത്മ നിയോഗപ്രകാരം എനിക്ക് ആ ഹിന്റ് തന്നത് ശരിയാണ്. എന്തായിരുന്നു വിഷയം? അവിടെ വലിയ പ്രശ്നമാണ്. ഒരു വർഗത്തെ മുഴുവൻ കൊന്നൊടുക്കാൻ വേണ്ടി കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുക. എന്നിട്ട് ഈ പുള്ളിയുടെ ഒരു കാര്യം കൂടെ ചെയ്തു. രാജസന്നിധിയിൽ റെക്കമെൻഡേഷൻ ഒരുത്തം വരാൻ പറ്റത്തില്ല, 30 ദിവസത്തേക്ക് അങ്ങോട്ട് ആർക്കും പ്രവേശനമില്ലെന്നൊരു. എടാ ദൈവവൈതലേ, നിന്റെ മുൻപിൽ ലോക മനുഷ്യൻ എത്ര ശക്തിയോടെ വഴി കൊട്ടി അടച്ചാലും അതിൻ്റെ മുൻപിൽ വാതിൽ തുറക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് എൻ്റെ ദൈവം. സ്തോത്രം. എക്സിക്യൂട്ടീവ് എത്ര ശക്തിയുള്ളതാണെങ്കിലും എൻ്റെ രാജാതി രാജാവ് സർവശക്തനാണ്. ഹി ക്യാൻ ഓപ്പൺ ദ വേ, ഹി ക്യാൻ ഓപ്പൺ ഡോർ, ഹി ഈസ് മൈ ലോർഡ് ആൻഡ് മൈ സേവിയർ. ഇത് പറയാൻ നമുക്ക് കഴിയണം. 3 പൂട്ടിനകത്താണ് പത്രോസിനെ ഇട്ടത്. അതിനകത്തുനിന്ന് വിടുവിക്കുന്ന ഒരു പ്രിയനുണ്ട്, അതിനകത്തുനിന്ന് വിടുവിക്കുന്ന ഒരു കർത്താവുണ്ട്. അവൻ എൻ്റെ കർത്താവാണ്. ദൈവത്തിന് സ്തോത്രം. വിളിക്കാത്തടത്ത് ചെന്നല്ലേ എല്ലാവരും പറഞ്ഞു പോകരുത്, പോയ തട്ടിക്കളയുന്നു. പിന്നെ പൊഞ്ചങ്കോ നീട്ടിയില്ലെങ്കിൽ ഓക്ക. പക്ഷേ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിൻ്റെ പിൻബലത്തിലാകാൻ നിങ്ങൾ ഉപവസിച്ചോ, ഞാൻ ഉപവസിക്കാമെന്ന് പറഞ്ഞു. പ്രാർത്ഥനയുടെ പിൻബലത്തിലാണ് നിൽക്കുന്നതെങ്കിൽ സ്തോത്രം, നിന്റെ രാജാവിൻ്റെ കൈ നീ നീട്ടുന്ന ചെങ്കോലിൻ്റെ അറ്റത്ത് തൊടും. സ്തോത്രം. മൂവ് ചെയ്യും ദൈവത്തിൻ്റെ സ്പിരിറ്റ്. ഗോഡ് സ്പിരിറ്റ് മൂവ്സ്, ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് മൂവ്സ്. ഹല്ലേലൂയ. അങ്ങനെ വ്യാപരിക്കുന്ന ഒരു അനുഭവം ഉണ്ടെന്നേ. അത് അനുഭവിച്ചറിഞ്ഞവർക്കേ അറിയത്തുള്ളൂ. ഞാനിത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവനാണ്. ശുശ്രൂഷിക്കുമ്പോഴൊക്കെ ചിലർ പറഞ്ഞ് ഞാൻ ഓർക്കും, ചില പ്ലാറ്റ്ഫോമിൽ നിന്ന് പ്രസംഗിച്ച് കഴിയുമ്പോൾ തീ കത്തുകായിരുന്നല്ലോ ഒന്ന്, പ്ലാറ്റ്ഫോമിൽ തീ കത്തുകായിരുന്നല്ലോ ഒന്ന്, കത്തുന്നത് പോലെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ക്ഷീണം അറിയത്തേ ഇല്ല, അങ്ങ് നിൽക്കുകയാണ്. തേജസ്സിൻ്റെ ശുശ്രൂഷയാണ് അവിടെ നിൽക്കുന്നത്. അങ്ങനെയുള്ളിടത്തൊക്കെ ദൈവം എനിക്ക് ആത്മാക്കളെ തന്നിട്ടുണ്ട്. ഇവരൊക്കെ മാർത്തോമാ സഭയുടെ ശുശ്രൂഷകരുണ്ട്, ഓർത്തഡോക്സിലുണ്ട്, പ്രസംഗകരുണ്ട്. സ്തോത്രം. ഇതൊന്നും എൻ്റെ മിടുക്കല്ല. ഞാൻ അധികം പറയാത്തത് ഞാൻ പറഞ്ഞാൽ അതൊരു ഒരു പുകഴ്ചയായിപ്പോൾ, പ്രശംസയായിപ്പോൾ. അതെനിക്കിഷ്ടമല്ല. എൻ്റെ പ്രിയൻ മാത്രം മഹത്വമെടുക്കണം. ഞാൻ എൻ്റെ വാക്കുകളെ ഇന്നത്തേക്ക് നിർത്താൻ പോവാം. ഈ കേട്ട ദൂതിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ കൊച്ചു ജീവിതത്തെ ഒന്ന് പരിശോധിച്ചാട്ടെ. തലകൾ വണക്കാം, പ്രാർത്ഥിക്കാം. നമുക്കാർക്കും പരിഹരിക്കാൻ പറ്റാത്ത, നമുക്ക് നേടിയെടുത്ത ഒരു ശക്തിക്കും പരിഹരിക്കാൻ പറ്റാത്തതായ പ്രതിസന്ധികൾ, മറ്റാരോടും പറയാനാവാത്ത വിധത്തിൽ ആരും അറിയരുതെന്ന് ആഗ്രഹിച്ച് രഹസ്യമായി സൂക്ഷിക്കുന്ന, അഭിമാനം അനുവദിക്കാത്തത് കൊണ്ട് ആരോടും പറയാത്തതുമായ സ്വകാര്യ ജീവിതത്തിൻ്റെ അനുഭവങ്ങളുണ്ടോ പ്രിയപ്പെട്ടവരെ? ആരും ഇതറിയരുത്. നീറി പകഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയ്ക്ക് സ്തോത്രം. അതിന് പരിഹാരവുമായി പ്രിയൻ ഇന്ന് നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ആരെ കൊണ്ടും പറ്റില്ല. മെത്രാച്ചനെ കൊണ്ട് പറ്റില്ല, പട്ടക്കാരനെ കൊണ്ട് പറ്റില്ല, സുവിശേഷകനെ കൊണ്ട് പറ്റില്ല, ആരെ കൊണ്ടും പറ്റില്ല. പക്ഷേ അസാധ്യങ്ങളെ സാധ്യമാക്കുന്നൊരു പ്രിയനുണ്ട്. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു പ്രിയനുണ്ട്. യേശുവേ, എൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ കരസ്പർശനം എനിക്ക് ആവശ്യമുണ്ട്. ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. താൻ വാഴുകയാ ആകുലമില്ല, നാളെയെന്ന് ഭീതിയില്ല, ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ ഹായത്ര ധന്യമേ ഈ ലോക ജീവിതം. താൻ വാഴുകയാൽ ആകുലമില്ല, നാളെയെന്ന് ഭീതിയില്ല, ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ ഹായത്ര ധന്യമേ
ഈ ലോക ജീവിതം. എത്ര ധന്യമേ ഈ ലോക ജീവിതം. എത്ര ധന്യമേ ഈ ലോക ജീവിതം. ഞങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റാത്തതും പരിഹരിക്കാൻ ചില ആളുകൾക്ക് സാധിക്കുമെന്ന് തോന്നുന്ന അവർക്ക് പരിഹരിക്കാൻ പറ്റാത്തതും ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പരിഹരിക്കാൻ കഴിയുന്ന ഒരു പ്രിയൻ നമുക്കുണ്ട്, എനിക്കുണ്ട്. പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന കർത്താവേ, ഇന്ന് വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ ബോധ്യത്തോടെ അയക്കണമേ. താൻ വാഴുകയാൽ ആകുലമില്ല, ഭാവിയെല്ലാം അവൻ അറിയുന്നു. എൻ്റെ കൊച്ചു ജീവിതത്തിൻ്റെ ശിഷ്ടയായുസ് തൻ കൈകളിൽ എത്ര ഭദ്രമേ. ഈ ബോധ്യത്തോടെ ശിഷ്ടയായുസ് ലോകത്തിൽ ജീവിപ്പാൻ കൃപയും കരുത്തും ശക്തിയും നൽകി അനുഗ്രഹിക്കണമെന്ന് മശിഹായുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദയവായി കേൾക്കണമേ. ആമേൻ. താങ്ക് യു.